ശാശ്വത ശാന്തി മഞ്ഞുപോൽ നമ്മിൽ അലിഞ്ഞിടട്ടെ. ഹല്ലേലൂയ. കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, 18 ദിനങ്ങൾ നീണ്ടു നിൽക്കുന്ന ദൈവത്തിൻ്റെ സപ്താത്മാക്കൾ എന്ന ശുശ്രൂഷയുടെ 2ാം ദിനത്തിലേക്ക് ആത്മാവ് നമ്മെ കൊണ്ടുവന്നിരിക്കുകയാണ്. കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് ഈ നാളുകളിൽ നമ്മൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിൻ്റെ 7 വിശുദ്ധ ദാനങ്ങളാൽ പൂരിതരായി കർത്താവിനും സഭയ്ക്കും വേണ്ടി ഉണരുവാൻ സ്വർഗം സമ്മാനിച്ചിരിക്കുന്ന ഈ ശുശ്രൂഷയോർത്ത് കർത്താവിന് നന്ദി പറയാം. ഇന്ന് മറ്റെന്തിനേക്കാളും നമുക്ക് ആവശ്യമായിരിക്കുന്നത് ദൈവത്തിൻ്റെ സപ്താത്മാക്കളുടെ അഭിഷേകമാണ്. യുഗാന്ത്യ സഭയെ കർത്താവ് ഉണർത്തുന്നത് ഈ വിശുദ്ധ 7 ദാനങ്ങളിലൂടെയാണ്. നോഹയുടെ കാലത്ത് ജലപ്രളയം ആ തലമുറയെ മൂടിയതുപോലെ ഈ കാലഘട്ടത്തിൽ പാപമ്ലേച്ഛതയുടെ ഒരു വലിയ പ്രളയം, കുത്തൊഴുക്കാണ് ഈ നാളുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ അകപ്പെട്ട് നമ്മൾ നശിച്ചു പോകാതെ ആത്മാവിൻ്റെ 7 വിശുദ്ധ ദാനങ്ങളാൽ അലങ്കൃതരായി നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ ഉറപ്പുവരുത്തി ജീവിക്കുവാനും അനേകരുടെ ആത്മരക്ഷയ്ക്കു വേണ്ടി പ്രവർത്തിക്കുവാനും പ്രാർത്ഥിക്കുവാനും നമ്മെ സജ്ജമാക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയാണ് ദൈവത്തിൻ്റെ സപ്താത്മാക്കൾ. നമ്മോടൊപ്പമുള്ള പരിശുദ്ധ അമ്മ മാതാവിൻ്റെ സാന്നിധ്യത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. യുഗാന്ത്യ സഭയെ കർത്താവിൻ്റെ പ്രത്യാഗമനത്തിനായി ആത്മീയമായി ഒരുക്കുന്നത് പരിശുദ്ധ അമ്മ മാതാവാണ്. നമ്മുടെ അമ്മ യുഗാന്ത്യ സഭയുടെ മധ്യസ്ഥയാണ്, സംരക്ഷകയാണ്. അമ്മ മാതാവിൻ്റെ കരം പിടിച്ച് ദൈവത്തിൻ്റെ സപ്താത്മാക്കളാൽ നിറയപ്പെടുവാനുള്ള ആഗ്രഹത്തോടെ ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് സഭയോട് പറഞ്ഞു, തിമോത്തിയോസിന് എഴുതിയ 2ാമത്തെ ലേഖനം 3-ാം അധ്യായം 1-ാം തിരുവചനം, ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും. വളരെ വ്യക്തമായി ആത്മാവ് വെളിപ്പെടുത്തുകയാണ്, അവസാന നാളുകളിൽ, അന്ത്യനാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും. ഞാൻ ഈ വചനം പഠിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റു പല വെർഷൻ നോക്കി. അതിൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്, അവസാന നാളുകളിൽ വളരെ അപകടകരമായ ദിനങ്ങൾ വരും, സമയങ്ങൾ വരും. ഉഗ്രമായ പീഡനങ്ങളുടെയും ദുഷിപ്പുകളുടെയും പാപമ്ലേച്ഛതയുടെയും കുത്തൊഴുക്കിൽപ്പെട്ട് അസംഖ്യം ആത്മാക്കൾ നിത്യനാശത്തിൽ നിബദിക്കും. ഈ സമയത്ത് ദൈവകൃപയോടെ ജീവിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല സഹോദരങ്ങളെ. വളരെ അപകടകരമായ, ക്ലേശപൂർണമായ, ടെറിബിളായിട്ടുള്ള, വളരെ ഭീതിജനകമായ ദിവസങ്ങൾ വരുമെന്ന് അപ്പോസ്തലനായ പൗലോസിലൂടെ ആത്മാവ് സഭയ്ക്ക് മുന്നറിയിപ്പ് തരികയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈ ഒരു സമയത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അസ്വസ്ഥതകൾ നിറഞ്ഞ, ക്ലേശങ്ങൾ നിറഞ്ഞ, വേദനകൾ നിറഞ്ഞ, ആശയക്കുഴപ്പങ്ങളും സംശയങ്ങളും വിശ്വാസരാഹിത്യവും ദൈവനിഷേധവും നിറഞ്ഞ ഒരു തലമുറയിലാണ് നമ്മൾ ഇന്നായിരിക്കുന്നത്. ഈ ക്ലേശപൂർണമായ സമയങ്ങളിൽ നമ്മെ ചേർത്ത് പിടിക്കുവാനും നമ്മെ നിരന്തരം സഹായിക്കുവാനും നമ്മെ കരം പിടിച്ച് നയിക്കുവാനും പരിശുദ്ധ ത്രിത്വം നിയോഗിച്ചിരിക്കുന്നത്
പരിശുദ്ധ അമ്മ മാതാവിനെയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെയാണ് നമ്മുടെ അമ്മയുടെ സാന്നിധ്യത്തിന്റെയും മധ്യസ്ഥതയുടെയും ശക്തി നമ്മൾ തിരിച്ചറിയേണ്ടത്. ഈ മഹാക്ലേശങ്ങളുടെ സമയത്ത് നമ്മൾ ചിതറിപ്പോകുവാനും നമ്മൾ നശിച്ചു പോകുവാനും ഒരിക്കലും നമ്മുടെ അമ്മ മാതാവ് ആഗ്രഹിക്കുന്നില്ല. തള്ളക്കോഴി തന്റെ ചിറകിന്റെ കീഴിൽ ആ കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തുന്നത് പോലെ അമ്മ തന്റെ രക്ഷാകരമായ മേലങ്കിക്കുള്ളിൽ നമ്മെ പൊതിഞ്ഞ് സംരക്ഷിക്കുകയാണ്. വിശുദ്ധനായ, വളരെ വിശുദ്ധിയോടെ ജീവിച്ച പരിശുദ്ധ അമ്മ മാതാവിന്റെ ഒരു പൊന്നോമന മകനായിരുന്നു ഫാദർ സ്റ്റെഫാനോ ഗോപി. ഈ കാലഘട്ടത്തിന് ആവശ്യമായ അനേകം പ്രവചന സന്ദേശങ്ങളും സ്വർഗത്തിന്റെ അടയാളങ്ങളും പരിശുദ്ധ അമ്മ മാതാവ് നൽകിയത് ഈ വന്യവൈദികനാണ്. മറിയം വൈദികരോട് സംസാരിക്കുന്നു, ദിവ്യനാഥ തന്റെ വൈദികരോട് സംസാരിക്കുന്നു എന്നുള്ള മനോഹരമായ ഒരു പുസ്തകത്തിൽ അനേകം പ്രവചന സന്ദേശങ്ങൾ ഈ കാലഘട്ടത്തിനുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. അവിടെ പരിശുദ്ധ അമ്മ മാതാവ് ഫാദർ സ്റ്റെഫാനോ ഗോപിക്ക് മനോഹരമായ ഒരു പ്രാർത്ഥന പഠിപ്പിക്കുകയാണ്. ഈ പ്രാർത്ഥന നിരന്തരം ചൊല്ലുവാൻ നമ്മുടെ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോപിയോട് ആവശ്യപ്പെടുകയാണ്. നമുക്ക് അനേകർക്ക് സുപരിചിതമായ പ്രാർത്ഥനയാണ്. എന്താണ് അമ്മ മാതാവ് പഠിപ്പിച്ച പ്രാർത്ഥന? പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ, അങ്ങയുടെ വത്സല മണവാട്ടിയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാൽ ഞങ്ങളുടെ മേൽ എഴുന്നള്ളി വരണമേ. ദൈവത്തിന്റെ സപ്താത്മാക്കളാൽ നമ്മൾ ഓരോരുത്തരും നിറയപ്പെടുവാൻ, പരിശുദ്ധാത്മാവിന്റെ 7 വിശുദ്ധ ദാനങ്ങളാൽ യുഗാന്ത്യ സഭ ഉണർത്തപ്പെടുവാൻ, വിശുദ്ധീകരിക്കപ്പെടുവാൻ, നമ്മുടെ കുടുംബങ്ങളും കൂട്ടായ്മകളും ഈ 7 വിശുദ്ധ ദാനങ്ങളാൽ സമ്പന്നമാകുവാൻ നമ്മൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കണം. വിശുദ്ധനായ ലൂയിസ് ഡി മോൺഫോർട്ട് പറയുന്നുണ്ട്, ഒരു ആത്മാവ് പരിശുദ്ധ അമ്മ മാതാവിനെ എത്രമാത്രം സ്നേഹിക്കുന്നുവോ അത്രമാത്രം ആ ആത്മാവിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ദാനഫല വരങ്ങൾ ഈ ആത്മാവിലേക്ക് ഒഴുകപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയെ സ്നേഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിന്റെ 7 വിശുദ്ധ ദാനങ്ങളാൽ സ്വർഗം നമ്മെ അലങ്കരിക്കുകയാണ്. നമുക്കായിരിക്കുന്നിടത്ത് കരങ്ങൾ അല്പം ദൈവസന്നിധിയിലേക്ക് തുറന്നു പിടിച്ച് ഈ പ്രാർത്ഥന പരിശുദ്ധ അമ്മ മാതാവിനോട് ചേർന്ന് നമ്മൾ ഏറ്റുചൊല്ലുകയാണ്. സ്വരമുയർത്തി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ, എഴുന്നള്ളി വരണമേ. അങ്ങയുടെ വത്സല മണവാട്ടിയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാൽ ഞങ്ങളുടെ മേൽ എഴുന്നള്ളി വരണമേ. നമ്മുടെ കുടുംബങ്ങളെയും മക്കളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും നമ്മുടെ തലമുറകളെയും നമ്മളായിരിക്കുന്ന സമർപ്പിത സമൂഹത്തെയും നമ്മുടെ സഭയെയും ലോകം മുഴുവനെയും പരിശുദ്ധ അമ്മ മാതാവിന്റെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ 7 വിശുദ്ധ ദാനങ്ങളാൽ നമ്മളെല്ലാം പൂരിതരാകുവാൻ നമ്മൾ ഒരിക്കൽ കൂടി ഉച്ചത്തിൽ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ, പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. അങ്ങയുടെ വത്സല മണവാട്ടിയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാൽ എഴുന്നള്ളി വരണമേ, എഴുന്നള്ളി വരണമേ. ആമേൻ. എന്റെ സഹോദരങ്ങളെ, വീണ്ടും കർത്താവിന്റെ പരിശുദ്ധ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. പൗലോസ്ലീഹ കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 15-ാമത്തെ വചനം. ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും
വിവേചിച്ചറിയുന്നു. എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു. അവനെ വിധിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഈ കാലഘട്ടത്തെ വിവേചിക്കണമെങ്കിൽ, കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് ജീവിക്കണമെങ്കിൽ മാനുഷികമായ ബുദ്ധിയും കഴിവും മാത്രം പോരാ പ്രിയപ്പെട്ടവരെ. അതിന് പരിശുദ്ധാത്മാവിന്റെ 7 വിശുദ്ധ ദാനങ്ങൾ നമുക്ക് കൂടിയേ തീരൂ. വിശുദ്ധരെ വിശുദ്ധരാക്കിയത് ആത്മാവിന്റെ ഈ വിശുദ്ധ ദാനങ്ങളാണ്. സഭാപിതാക്കന്മാരെ ആ നാളുകളിൽ കർത്താവിന്റെ സഭ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടുണ്ട്. വിവിധങ്ങളായ പാഷാണ്ഡതകളും ശീഷ്മകളും സഭയെ വരിഞ്ഞു മുറുക്കി. പലവിധത്തിലുള്ള പ്രതിസന്ധിയുടെ കൊടുങ്കാറ്റ് സഭയുടെ മേൽ ആഞ്ഞടിച്ചു. ഈ സമയത്ത് പരിശുദ്ധാത്മാവിന്റെ 7 വിശുദ്ധ ദാനങ്ങളാൽ വിളങ്ങി സഭാപിതാക്കന്മാരെ അത്ഭുതകരമായ ദൈവിക ജ്ഞാനത്തോടെ സഭയെ ശക്തീകരിച്ചു. സത്യവിശ്വാസത്താലും സത്യപ്രബോധനത്താലും ഭാഷാണ്ഡതകളെയും ശീഷ്മകളെയും സഭയിൽ നിന്ന് തുടച്ചു മാറ്റി കർത്താവിന്റെ സഭയ്ക്ക് സമാധാനം നൽകുകയാണ്. എന്റെ സഹോദരങ്ങളെ, ഇത് സാധ്യമായത് പരിശുദ്ധാത്മാവിന്റെ ആ 7 വിശുദ്ധ ദാനങ്ങൾ ദൈവത്തിന്റെ സപ്താത്മാക്കൾ മുഖേനയാണ്. ഈ കാലഘട്ടത്തെ വിവേചിക്കുവാൻ, സമയത്തിന് പ്രാധാന്യം തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ദാനഫല വരങ്ങളിൽ മറ്റേത് നാളുകളേക്കാൾ ഉപരി ഈ നാളുകളിൽ നമ്മൾ ഓരോരുത്തരും പൂരിതരാകണം. നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവിന്റെ വരദാന ഫലങ്ങളാൽ നമ്മൾ നിറയപ്പെടുവാൻ, ദൈവത്തിന്റെ സപ്താത്മാക്കളാൽ നമ്മുടെ കുടുംബങ്ങൾ അഭിഷേചിതമാകുവാൻ, നമ്മുടെ കുടുംബങ്ങളെ പരിശുദ്ധാത്മാവിന് സമർപ്പിക്കുക. നമ്മുടെ കുടുംബങ്ങളിലേക്ക് ആത്മാവ് ഇറങ്ങി വരുന്ന സമയമാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം ഏൽപ്പിച്ചു കൊടുക്കുക. പരിശുദ്ധ അമ്മ മാതാവിന്റെ വിമല ഹൃദയം വഴി ആത്മാവിന് സമർപ്പിച്ചു പ്രാർത്ഥിക്കുക. നമ്മുടെ തലമുറകളെ സമർപ്പിക്കുക. നമ്മുടെ സമർപ്പിത സമൂഹങ്ങളെ സമർപ്പിക്കുക. നമ്മുടെ സഭയെ സമർപ്പിക്കുക. ലോകം മുഴുവനെയും സമർപ്പിക്കുക. ഈ തലമുറയുടെ മേൽ, യുഗാന്ത്യ സഭയുടെ മേൽ, ജനലക്ഷങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ വിശുദ്ധ ദാനങ്ങൾ പ്രകാശിതമാകട്ടെ. സാത്താന്യ ആധിപത്യങ്ങൾ, പൈശാചിക പ്രഭുത്വങ്ങൾ, നാരകീയ ശക്തികൾ, ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ, ലോകവ്യാപകമായ പാപം, മ്ലേച്ഛതയുടെ അതിപ്രസരങ്ങൾ പരിശുദ്ധാത്മ ശക്തിയാ, പരിശുദ്ധാത്മ അഭിഷേകത്താ, ആത്മാവിന്റെ ദാനഫല വരങ്ങളാൽ നിർവീര്യമാകുവാൻ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഇരുകരങ്ങളും ഉയർത്തി നമ്മളെ സ്വതന്ത്രമായി ആത്മാവിനെ വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആത്മാവേ, അവിടുത്തെ 7 വിശുദ്ധ ദാനങ്ങളുമായി ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് വരണമേ, കുടുംബങ്ങളിലേക്ക് വരണമേ, സഭാ സമൂഹങ്ങളിലേക്ക് വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തീകരിക്കണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ. അവിടുത്തെ വിശുദ്ധ ദാനങ്ങളാൽ ഞങ്ങളെ അലങ്കരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ മാതാവേ, കൃപാവരങ്ങളുടെ വിതരണക്കാരിയെ നമ്മുടെ കരം പിടിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇരു കരങ്ങൾ അല്പം യാതനാപൂർവം തുറന്നു പിടിച്ച് ഒരു മനസ്സോടെ നമ്മൾ പാടി പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. ആത്മാവേ വരിക, ദാനഫലം തരിക, നിൻ വരദാനങ്ങൾ ദാസർക്കേ ഇടുക. ആഗ്രഹത്തോടെ പാടി പ്രാർത്ഥിച്ച് ദാനഫലം തരിക, കുടുംബത്തിലേക്ക് ആത്മാവിനെ വിളിക്കുക. ആത്മാവേ വരിക, ദാനഫലം തരിക, നിൻ വരദാനങ്ങൾ ദാസർക്കേ ഇടുക. വിശുദ്ധ ദാനങ്ങളാൽ ഞങ്ങളെ ശക്തീകരിക്കണമേ, സഭയെ ഉണർത്തണമേ. ആത്മാവേ വരിക, ദാനഫലം തരിക, നിൻ വരദാനങ്ങൾ ദാസർക്കേ
കേകിടുക. ആഗ്രഹത്തോടെ പാടി ആത്മാവേ വരിക, Spirit move. ദാനഫലം തരിക. Hallelujah. നിൻവരദാനങ്ങൾ ദാസർക്കേകിടുക. കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരവാഗതമായി. കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരവാഗതമായി. മാതാവിൻ സന്ദേശങ്ങൾ മാനവർക്കായി കേഴുന്നു. പാപവഴികൾ ഈ ക്ലേശങ്ങളുടെ സമയങ്ങളിൽ, ദുരിതങ്ങളുടെ നാളുകളിൽ, പാപമ്ലേച്ഛതയുടെ ദിനങ്ങളിൽ ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ. അമ്മ ഞങ്ങളെ സഹായിക്കണമേ. കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരവാഗതമായി. ഉറപ്പോടെ പ്രഖ്യാപിച്ച് പറഞ്ഞ് മനസ്സോടെ പാടുന്നു. കർത്താവിൻ വരവാഗതമായി. കർത്താവിൻ വരവാഗതമായി. കർത്താവിൻ വരവാഗതമായി. കർത്താവിൻ വരവാഗതമായി. കർത്താവിൻ വരവാഗതമായി. ഇരു കരങ്ങളും ഉയർത്തി പരിശുദ്ധാത്മാവിന്റെ 7 വിശുദ്ധ ദാനങ്ങളാൽ ദൈവത്തിന്റെ സപ്താത്മാക്കളാൽ നമ്മൾ നിറയപ്പെടുവാൻ, നമ്മുടെ കുടുംബങ്ങൾ പൂരിതമാകുവാൻ, നമ്മുടെ സമൂഹങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുവാൻ, യുഗാന്ത്യ സഭ ഉണർത്തപ്പെടുവാൻ, എല്ലാ ആത്മീയ മന്ദതയിൽ നിന്നും, എല്ലാ അനാസ്ഥകളിൽ നിന്നും, എല്ലാ നിസ്സംഗതയിൽ നിന്നും സഭാ സമൂഹങ്ങൾ ഉണർത്തപ്പെടുവാൻ, ശക്തീകരിക്കപ്പെടുവാൻ ദൈവത്തിന്റെ സപ്താത്മാക്കൾക്കായി നമ്മൾ ഒന്നിച്ച് വിളിക്കുന്നു. യേശുവേ, ജീവിക്കുന്ന ദൈവമേ, ജീവനുള്ള കർത്താവേ, ഓ പൊന്നു പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. അങ്ങയുടെ വിശുദ്ധ ദാനങ്ങളാൽ ഞങ്ങളെ മുദ്ര ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ആത്മാവേ വരണമേ, ആത്മാവേ വരണമേ, ആത്മാവേ നിറയണമേ. ഈശോയേ നന്ദി, ഈശോയേ നന്ദി, ഈശോയേ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. പരിശുദ്ധ അമ്മ മാതാവേ, കാലത്തിന്റെ അടയാളങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ, യുഗാന്ത്യ സഭയെ ഞങ്ങളെ ഓരോരുത്തരെയും ആത്മീയമായി ഒരുക്കുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട അമ്മ മാതാവേ, അമ്മയുടെ കരം പിടിച്ച് ഈ കാലഘട്ടത്തിന് ആവശ്യമായ പരിശുദ്ധാത്മാവിന്റെ 7 വിശുദ്ധ ദാനങ്ങളാൽ ഞങ്ങളെല്ലാം പൂരിതരാകുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അമ്മയുടെ കരം പിടിച്ച് നമ്മളൊരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ആമേൻ. നമ്മളെല്ലാവരും ശാന്തമായിട്ടിരിക്കുന്നു. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഇന്നത്തെ ഈ ശുശ്രൂഷയിലൂടെ ആത്മാവ് നമുക്ക് നൽകുന്ന സന്ദേശം, കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ ശബ്ദാത്മാക്കളാൽ നിറയുവാനായി നാം ഒരുങ്ങുക. 1-ാം അധ്യായം 3-ാം വചനത്തിൽ ഇപ്രകാരം വെളിപ്പെടുത്തുകയാണ്. നമുക്ക് ആ വചനം ശ്രദ്ധിക്കാം. ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പാലിക്കുന്നവരും അനുഗ്രഹീതർ. എന്തെന്നാൽ സമയം അടുത്തിരിക്കുന്നു. ആത്മാവ് വ്യക്തമായി സഭയോട് പറയുകയാണ്, നമ്മുടെ കുടുംബങ്ങളോട് സംസാരിക്കും. നമ്മുടെ കർത്താവ് പഠിപ്പിച്ചു,
മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 3-ാം വചനത്തിൽ കർത്താവ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എന്നാൽ കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുകയില്ലേ? രാവിലെ നിങ്ങൾ പറയുന്നു ആകാശം ചെമന്ന് മൂടിയിരിക്കുന്നു, ഇന്ന് കാറ്റും കോളും ഉണ്ടാകും. ആകാശത്തിന്റെ ഭാവഭേദങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുന്നു. എന്നാൽ എൻ്റെ ജനം എന്തുകൊണ്ട് കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിയുന്നില്ല? വീണ്ടും ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 56-ാം വചനത്തിൽ വീണ്ടും കർത്താവ് പറയുകയാണ്, കപടനാട്യക്കാരെ, ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഭാവഭേദം വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാം, എന്നാൽ ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് അറിയാത്തത് എന്തുകൊണ്ട്? വളരെ നിർണായകമായൊരു ചോദ്യമാണ് നമ്മുടെ കർത്താവ് നമ്മോട് ചോദിക്കുന്നത്. എന്തുകൊണ്ട് ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല? എൻ്റെ സഹോദരങ്ങളെ, കാലത്തെ വ്യാഖ്യാനിക്കുവാൻ ലോകത്തിൻ്റെ പരിജ്ഞാനം കൊണ്ടോ മാനുഷികമായ കഴിവുകളാലോ മാനുഷിക ബുദ്ധിയാലോ നമുക്ക് സാധ്യമല്ല. അതിന് പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം വേണം, പരിശുദ്ധാത്മാവ് നൽകുന്ന വിവേകം വേണം, ആത്മാവിൻ്റെ ആലോചന വേണം, ആത്മാവ് നൽകുന്ന അറിവിനാൽ നമ്മൾ പൂരിതരാകണം. ഇവിടെയാണ് ദൈവത്തിൻ്റെ സപ്താത്മാക്കൾ എന്ന ഈ ശുശ്രൂഷയുടെ പ്രാധാന്യത നമ്മൾ തിരിച്ചറിയേണ്ടത്. യുഗാന്ത്യ സഭയിൽ ഇന്ന് മറ്റെന്തിനേക്കാൾ ഉപരിയായി വെളിപ്പെടേണ്ടത് ആത്മാവിൻ്റെ ഈ 7 വിശുദ്ധ ദാനങ്ങളാണ്. ഇത് സഭയിൽ കാട്ടുതീ പോലെ പടരുമ്പോഴാണ് സഭയ്ക്കെതിരെ പിശാച് ആഞ്ഞടിക്കുന്ന വിവിധങ്ങളായ പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലും വിശ്വാസത്യാഗത്തിലും ക്രൈസ്തവ വിരുദ്ധതയുടെ ആധിപത്യങ്ങളിൽ നിന്നെല്ലാം കർത്താവിൻ്റെ സഭ വിമോചിക്കപ്പെടുകയും കർത്താവിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുകയും ചെയ്യുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ കാലത്തെ വ്യാഖ്യാനിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല? പരിശുദ്ധ അമ്മ മാതാവ് ഫാദർ സ്റ്റെഫാനോ ഗോപിയോട് പറഞ്ഞു, എന്താണ് അമ്മ ഈ വന്യവൈദികൻ അറിയിച്ച സന്ദേശം? നിങ്ങൾ ജീവിക്കുന്ന കാലഘട്ടത്തിന് ചുവരെഴുത്തുകൾ മനസ്സിലാക്കി ജീവിക്കുവാൻ വേണ്ടി വിശുദ്ധ ഗ്രന്ഥം എങ്ങനെയാണ് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുവിൻ. മഹാദുരിതത്തിന്റെ അടയാളങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനായി നിങ്ങളേവരെയും മാതൃ നിർവിശേഷമാർന്ന വാക്കുകളിലൂടെ ഞാൻ നയിക്കുന്നു. ഈ മഹാദുരന്തത്തിന്റെ നീതമായ അടയാളങ്ങൾ സുവിശേഷങ്ങളിലും അപ്പോസ്തലന്മാരുടെ ലേഖനങ്ങളിലും വെളിപാട് പുസ്തകത്തിലും വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ അടയാളങ്ങൾ നിങ്ങളുടെ ഈ കാലഘട്ടത്തിൽ യാഥാർത്ഥ്യമായി മാറും. അമ്മ മാതാവ് വീണ്ടും പറയുകയാണ്, വിശുദ്ധ ലിഖിതങ്ങളുടെ പൂർണ്ണമായ തിരിച്ചറിവിലേക്ക് ഞാൻ നിങ്ങളെ നയിക്കും. എല്ലാറ്റിനുമുപരി നിങ്ങൾ ജീവിക്കുന്ന അവസാന പുസ്തകത്തിൻ്റെ താളുകൾ ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരും. ഞാൻ നിങ്ങൾക്കായി മുദ്രിത ഗ്രന്ഥം തുറക്കുകയാണ്. എത്ര മനോഹരമായ വെളിപ്പെടുത്തലാണ് പരിശുദ്ധ അമ്മ മാതാവ് ഫാദർ സ്റ്റെഫാനോ ഗോപിക്ക് നൽകുന്നത്. ഇത് സഭയ്ക്ക് നൽകിയ പ്രവചന സന്ദേശമാണ്. പരിശുദ്ധ അമ്മ മാതാവ് കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് ആത്മീയമായി ഒരുങ്ങുവാനും ഈ കാലഘട്ടത്തിന് ആവശ്യമായ അഭിഷേക കൃപകളാൽ അമ്മ മാതാവിൻ്റെ പൊന്നോമന മക്കൾ എന്ന് പറഞ്ഞാൽ സഭയുടെ വിശ്വസ്തരായ മക്കൾ സമ്പന്നരാകുവാനും ഇന്ന് അമ്മ അതിയായി ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയുമാണ്. വെളിപാട് ഗ്രന്ഥം, അതാണ് മുദ്രിത ഗ്രന്ഥം, അത് ഞാൻ നിങ്ങൾക്കായി തുറക്കുകയാണ്. വെളിപാട് ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചന സന്ദേശങ്ങൾ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഇത് തിരിച്ചറിയണമെങ്കിൽ ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം 9-ാം വചനത്തിലോട്ട് വരണം.
ദാനിയേൽ പ്രവചനം 12 അതിന്റെ ഹെഡിങ് തന്നെ യുഗാന്തം എന്നാണ്. അവിടെ പരിശുദ്ധ വചനം പറഞ്ഞു, ദാനിയേലേ, നീ നിന്റെ വഴിക്ക് പോവുക, ഈ വചനം അവസാനം ദിനം വരേക്കും അടച്ച് മുദ്ര വെച്ചതാണ്. ഈ വചനങ്ങൾ, ഈ പ്രവചന സന്ദേശങ്ങൾ അവസാന നാളുകളിലേക്കായി മുദ്ര വെച്ചതാണ്. ഈ മുദ്രിത ഗ്രന്ഥമാണ് ഇന്ന് പരിശുദ്ധാത്മാവ് തൻ്റെ മണവാട്ടിയായ പരിശുദ്ധ മറിയത്തിലൂടെ ലോകത്തിനും സഭയ്ക്കുമായി നൽകിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണങ്ങളിലൂടെ നൽകപ്പെടുന്ന പ്രവചന സന്ദേശങ്ങളും സ്വർഗത്തിൻ്റെ അടയാളങ്ങളെല്ലാം ഈ മുദ്രിത ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന വെളിപ്പെടുത്തലുകളാണ്. അപ്പോസ്തലൻ യോഹന്നാൻ വളരെ വേദനയോടെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. വെളിപാട് പുസ്തകം 5-ാം അധ്യായം 4-5 വചനങ്ങളിലേക്ക് നമുക്ക് വരാം. നിങ്ങൾ ഒരുമിച്ച് സ്ക്രീനിലോട്ട് നോക്കിയ വചനം വായിക്കണം. ചുരുൾ നിവർത്താനോ അതിലേക്ക് നോക്കാനോ യോഗ്യനായി ആരെയും കണ്ടെത്താഞ്ഞതിനാൽ ഞാൻ വളരെയേറെ കരഞ്ഞു. ഈ മുദ്രകൾ ആര് തുറക്കും? ഈ മുദ്രിത ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചന സന്ദേശങ്ങൾ ആർക്ക് മനസ്സിലാകും? യോഹന്നാൻ ശ്ലീഹ വളരെ വേദനയോടെ കരയുകയാണ്. ഈ സമയത്ത് എന്താണ് യോഹന്നാൻ ശ്ലീഹ കേട്ടത്? അപ്പോൾ ശ്രേഷ്ഠന്മാരിൽ എന്നോട് പറഞ്ഞു, കരയാതിരിക്കൂ, ഇതാ യൂദാ വംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീദിന്റെ വേരുമായവൻ വിജയിച്ചിരിക്കുന്നു. അവന് ചുരുൾ നിവർത്താനും സപ്തമുദ്രകൾ പൊട്ടിക്കാനും കഴിയും. ഹല്ലേലൂയ. വിശ്വസിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ആരാണത്? കർത്താവായ യേശുവാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈ മുദ്രിത ഗ്രന്ഥം തുറക്കുവാനും അതിൻ്റെ സപ്തമുദ്രകൾ പൊട്ടിക്കുവാനും ആർക്കാ കഴിയുന്നത്? കർത്താവായ യേശുവിനാണ്. ഇന്ന് ഈ കാലഘട്ടത്തിൽ യുഗാന്ത്യ സഭയിൽ ഈ സന്ദേശങ്ങളും അടയാളങ്ങളും നൽകി തൻ്റെ സഭയെ ഒരുക്കുവാനും ഈ കാലഘട്ടത്തെ വിശുദ്ധീകരിക്കുവാനുമായി പരിശുദ്ധ ത്രിത്വം, പരിശുദ്ധ അമ്മ മാതാവിനെ ഈ ഒരു ദൗത്യം കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് അമ്മയുടെ പൊന്നോമന മകനായ വിശുദ്ധനായ ജോൺ പോൾ 2 മാർപ്പാപ്പ പറയുന്നത്, സ്വർഗത്തിന് നമ്മോട് സംസാരിക്കുവാനുള്ള ഏറ്റവും ശക്തമായ മാധ്യമമാണ് പരിശുദ്ധ അമ്മ മാതാവ്. പരിശുദ്ധ മറിയത്തിന്റെ വാക്കുകൾ അവളുടെ സ്വന്തമായ വാക്കുകളല്ല, അത് പരിശുദ്ധ ത്രിത്വത്തിന്റെ വാക്കുകളാണ്. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധ മറിയത്തിന്റെ പ്രത്യക്ഷീകരണങ്ങളിലൂടെ നമുക്ക് നൽകപ്പെടുന്ന ഓരോ പ്രവചന സന്ദേശവും സ്വർഗീയമായ അടയാളവും ആരുടേതാണ്? അത് പരിശുദ്ധ ത്രിത്വത്തിൻ്റെതാണ്. ഫാത്തിമയിൽ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ലൂസിയോട് പറഞ്ഞു, മകളെ, വെളിപാട് പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന പ്രപഞ്ച വ്യതിയാനങ്ങളുടെ കാലഘട്ടത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞു എന്ന് നിങ്ങൾ ഓർമ്മിപ്പിക്കുവാനാണ് അമ്മ സ്വർഗം വിട്ട് ഇറങ്ങി വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഇപ്പൊ മുദ്രിത ഗ്രന്ഥം തുറക്കപ്പെടുകയാണ് ഈ കാലഘട്ടത്തിൽ. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, ഈ പ്രവചന സന്ദേശങ്ങളിലൂടെ എല്ലാം യുഗാന്ത്യ സഭയെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് അമ്മ മാതാവിലൂടെ ഒരുക്കി കൊണ്ടുവരികയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവിൻ്റെ പ്രത്യാഗമനത്തുള്ള ബന്ധത്തിൽ യുഗാന്ത്യ സഭയ്ക്ക് നൽകപ്പെട്ട അടയാളങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾ ശ്രദ്ധിക്കണമേ. കർത്താവിൻ്റെ പ്രത്യാഗമനവുമായി ബന്ധപ്പെട്ട് യുഗാന്ത സഭയ്ക്ക് നൽകപ്പെട്ട അടയാളങ്ങൾ, നമ്മുടെ കർത്താവായ ഈശോയും അപ്പോസ്തലന്മാരും മുന്നമേ തന്നെ ഈ മുന്നറിയിപ്പുകൾ പ്രവചന രൂപേണ നമുക്ക് നൽകിയിട്ടുണ്ട്.
പ്രവചനമായി നൽകിയിട്ടുണ്ട് സഹോദരങ്ങളെ. നമ്മുടെ കർത്താവും അപ്പോസ്തലന്മാരും നൽകിയിരിക്കുന്ന ഈ അടയാളങ്ങളാണ് ഈ നാളുകളിൽ പരിശുദ്ധ അമ്മ മാതാവിലൂടെ സ്വർഗം ഇന്ന് സ്ഥിരീകരിച്ചു കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ അമ്മയ്ക്ക് ഒന്നും പുതിയതായി നമ്മോട് പറയാനില്ല. ഫാത്തിമയിലും ലൂർദിലും ഗർഭന്താളിലും മെജുഗുറിയായിലും ലാസലേറ്റിലും മറ്റ് അമ്മമാതോ പ്രത്യക്ഷപ്പെട്ട പല ഇടങ്ങളിലും അമ്മ പറഞ്ഞ ഈ പ്രവചന സന്ദേശങ്ങൾ മുഴുവൻ കർത്താവ് യേശുവിലൂടെയും അപ്പോസ്തലന്മാരിലൂടെയും നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പ്രവചനങ്ങളാണ്. അത് സ്ഥിരീകരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ സമയമായി ഒരുങ്ങുക, നമ്മെ അറിയിച്ചുകൊണ്ട് സ്വർഗം പരിശുദ്ധ അമ്മയിലൂടെ ഈ അടയാളങ്ങളൊക്കെ സ്ഥിരീകരിക്കുന്ന ഒരു സമയത്തിലാണ് നമ്മളായിരിക്കുന്നത്. ഇത് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ സപ്താത്മാക്കൾ എന്ന ശുശ്രൂഷയുടെ അതിൻ്റെ പ്രബോധനങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിനേക്കാൾ മുൻപ് എന്തിനാണ് ഈ ഒരു ശുശ്രൂഷ സ്വർഗം ഒരുക്കിയിരിക്കുന്നത്? ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ 7 വിശുദ്ധ ദാനങ്ങളാൽ നമ്മൾ നിറയപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയും യുഗാന്ത്യ സഭ ഈ 7 ദാനങ്ങളാൽ ഉണർത്തപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയും നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ കർത്താവും അപ്പോസ്തലന്മാരും നൽകിയിരിക്കുന്ന ഈ അടയാളങ്ങൾ എന്തൊക്കെയാണ്? മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അവിടെ 3 മുതൽ 42 വരെയുള്ള വചനഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം എല്ലാവരും. 3 സ്റ്റെപ്പുകളായിട്ടാണ് ഈ അടയാളങ്ങൾ കർത്താവ് തൻ്റെ സഭയ്ക്ക് നൽകുന്നത്, തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യർക്ക് നൽകുന്നത്. അതിലൊന്നാമത്തെ സ്റ്റെപ്പ് വേദനകളുടെ ആരംഭം, ഈറ്റുനോവിൻ്റെ ആരംഭമാണ്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 3 മുതൽ 14 വരെയുള്ള വചനങ്ങളിൽ ഈ അടയാളങ്ങൾ കാണാം. രണ്ടാമത്തെ സ്റ്റെപ്പ് ഭീകര ദുരിതങ്ങളുടെ കാലമാണ്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 15 മുതൽ 28 വരെയുള്ള വചനങ്ങളിൽ നമുക്ക് ഈ അടയാളങ്ങൾ കാണാം. മൂന്നാമത്തെ സ്റ്റെപ്പ് മനുഷ്യപുത്രന്റെ ആഗമനമാണ്, നമ്മുടെ കർത്താവായ യേശുവിൻ്റെ പ്രത്യാഗമനമാണ്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 29 മുതൽ 42 വരെയുള്ള വചനങ്ങളിൽ നമുക്കിത് കാണുവാൻ കഴിയും. ഇത് മറ്റു സുവിശേഷങ്ങളിലും കൃത്യമായി സുവിശേഷകർ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. മാർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 3 മുതൽ 34 വരെയുള്ള വചനങ്ങൾ നിങ്ങൾ വായിച്ച് ധ്യാനിക്കണം. ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 7 മുതൽ 36 വരെയുള്ള വചനങ്ങൾ വായിച്ച് ധ്യാനിക്കണം. അവിടെയെല്ലാം നമ്മുടെ കർത്താവ് സഭയ്ക്ക് നൽകുന്ന ഈ അടയാളങ്ങൾ കാണുവാൻ കഴിയും. അപ്പോസ്തലന്മാരിലൂടെ ഈ അടയാളങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വചനങ്ങൾ നമ്മൾ വായിക്കണം. എൻ്റെ സഹോദരങ്ങൾ, ഇതൊന്നും കെട്ടുകഥകളല്ല, ഇതും മിഥ്യാധാരണകളല്ല. കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് യുഗാന്ത്യ സഭയിലെ ദൈവമക്കൾ തങ്ങൾ സ്വന്തം ആത്മരക്ഷ ഉറപ്പുവരുത്തിയും അനേക ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചും ജീവിക്കുവാൻ ഈ കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ മനസ്സിലാക്കി തരുവാൻ ഈശോ നൽകിയ അടയാളങ്ങളായത്. അപ്പോസ്തലന്മാരിൽ നൽകപ്പെട്ട അടയാളങ്ങളാണിത്. പത്രോസിൽ എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വചനങ്ങളിലും ദാനിയേൽ പ്രവചനം 12-ാം അധ്യായത്തിലും എല്ലാം ഈ അടയാളങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ വീണ്ടും പറയട്ടെ, ഈ അടയാളങ്ങളെല്ലാം നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് പരിശുദ്ധ അമ്മ മാതാവിലൂടെ സ്ഥിരീകരിക്കുകയാണ്. അതാണ് അമ്മ ഇന്ന് കണ്ണുനീരൊഴുക്കി, രക്തക്കണ്ണീരൊഴുക്കി തൻ്റെ മക്കളുടെ നിത്യനാശം കണ്ട് അമ്മ വേദനയോടെ നൊമ്പരപ്പെട്ട് പറയുകയാണ്, മക്കളെ സമയമെടുത്തു, സമയം സമാഗതമായി, അനുതപിക്കുക, മാനസാന്തരപ്പെടുക, പ്രാർത്ഥിക്കുക, പരിഹാരം ചെയ്യുക. ഇതെല്ലാം നമ്മുടെ കർത്താവും അപ്പോസ്തലന്മാരും മുന്നമേ നൽകിയിട്ടുള്ള അടയാളങ്ങൾ തന്നെയാണ്. നമ്മളിത് മനസ്സിലാക്കണം.
യുഗാന്ത്യ സഭയ്ക്ക് നൽകപ്പെട്ട ഈ വചനങ്ങളെ വെളിച്ചത്തിൽ നൽകപ്പെട്ട അടയാളങ്ങൾ നമ്മൾ പെട്ടെന്നൊന്ന് കാണാൻ പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ അടയാളങ്ങളെക്കുറിച്ചുള്ള പഠനമല്ല, പക്ഷെ നമ്മളിത് ചിന്തിക്കുന്നതും ധ്യാനിക്കുന്നതും ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ശബ്ദാത്മാക്കളാൽ ദൈവജനം നിറഞ്ഞ് ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകത കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയാണ്. യുഗാന്ത്യ സഭയ്ക്ക് സ്വർഗം നൽകുന്ന അഭിഷേകമാണ് ഈ ശബ്ദാത്മാക്കളുടെ അനോയിന്റിങ്. പരിശുദ്ധാത്മാവിൻ്റെ 7 വിശുദ്ധ ദാനങ്ങളുടെ അഭിഷേകം. ഞാൻ പറഞ്ഞു, വിശുദ്ധരെ വിശുദ്ധരാക്കിയത്, രക്തസാക്ഷികൾക്ക് രക്തം ചിന്തി മരിക്കുവാൻ അവരെ ധൈര്യപ്പെടുത്തിയത് പരിശുദ്ധാത്മാവിൻ്റെ 7 വിശുദ്ധ ദാനങ്ങളിൽ ഒന്നായ ആത്മശക്തിയാണ്. ആത്മശക്തിയായി പരിശുദ്ധാത്മാവ് രക്തസാക്ഷികളിൽ വെളിപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ അവർ ഒരിക്കലും രക്തം ചിന്തി മരിക്കുമായിരുന്നില്ല. അതിനുള്ള വിശ്വാസ ധീരതയും സാക്ഷ്യം നൽകുവാനുള്ള തീഷ്ണതയും കർത്താവിനോടും സഭയോടും ഉണ്ടായിരുന്ന വിട്ടുപിരിയാത്ത വിശ്വസ്തതയും അവർക്ക് ലഭ്യമായത് ശക്തിയുടെ ആത്മാവിനാലാണ്. സ്പിരിറ്റ് ഓഫ് മൈറ്റ്, ആത്മശക്തിയുടെ ആത്മാവ്. പരിശുദ്ധാത്മാവിൻ്റെ 7 വിശുദ്ധ ദാനങ്ങളിൽ വളരെ വിലപ്പെട്ട ഒന്നാണ് ആത്മശക്തി, ശക്തിയുടെ ആത്മാവ്. എൻ്റെ സഹോദരങ്ങളെ, ഈ യുഗാന്ത്യ സഭയിൽ ഇതാണ് ഇനി വെളിപ്പെടേണ്ടത്. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ നമുക്ക് ആവശ്യമാണ്. എന്നാൽ വരങ്ങളല്ല വിശുദ്ധരെ വിശുദ്ധരാക്കിയത്, ആത്മാവിൻ്റെ ദാനങ്ങളാണ്. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ നമുക്ക് വളരെ ആവശ്യമാണ്. പക്ഷേ ഈ വരങ്ങൾ ഒരിക്കലും നമ്മളെ സ്വർഗത്തിലെത്തിക്കുന്നില്ല. പരിശുദ്ധാത്മാവിന് ശക്തമായ വരങ്ങൾ, കൃപാവരങ്ങൾ ഉണ്ടായിരുന്ന എത്രയോ ആത്മാക്കൾ കൃപയിൽ വീണുപോയി ഈ കാലഘട്ടത്തിലെ. എന്നാൽ ആത്മാവിൻ്റെ ദാനഫലങ്ങളിൽ നിറയപ്പെട്ട ഒരു ആത്മാവ് നിത്യജീവനെ മുറുകെ പിടിച്ച് ഈ ലോകത്തിൽ ജീവിക്കും. ആത്മരക്ഷയെ തടസ്സപ്പെടുത്തുന്ന എല്ലാ അശുദ്ധികളിൽ നിന്നും ആത്മാവ് വിട്ടൊഴിഞ്ഞ് ജീവിക്കും. ഇത് സാധ്യമാകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ 7 വിശുദ്ധ ദാനങ്ങളിലൂടെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളിത് മനസ്സിലാക്കണം. ഇത് തിരിച്ചറിയാനാണ് ഈ അടയാളം. അല്ല, കാലത്തിന് അടയാളങ്ങൾ പഠിപ്പിക്കലല്ല. അത് അടുത്ത വർഷത്തിൽ 2024 നമ്മൾ വളരെ ആധികാരികമായി ഈ ഒരു ശുശ്രൂഷ സ്വർഗം നമുക്ക് സമ്മാനിക്കും. ഇപ്പോൾ നമ്മൾ ഈ അടയാളങ്ങൾ ധ്യാനിക്കുന്നത് നമ്മൾ ആത്മീയമായി ഒരുങ്ങുവാനും ഈ വിശുദ്ധ ദാനങ്ങൾക്ക് വേണ്ടി ദാഹവും ആഗ്രഹവും എരിവും തീഷ്ണതയുള്ളവരുമായി മാറുവാനാണ്. അടയാളങ്ങൾ നമുക്ക് പെട്ടെന്ന് നോക്കാം. ഒന്നാമത്തെ അടയാളം എന്താണ്? ഈ വചനങ്ങൾ വെളിച്ചത്തിൽ നമ്മൾ നേരത്തെ ഡിസ്പ്ലേ ചെയ്തിരുന്നു. അനേകർ വഴിതെറ്റിക്കപ്പെടും. ഈശോ പറഞ്ഞ് തെരഞ്ഞെടുക്കപ്പെട്ടവർ പോലും വഴിതെറ്റിക്കപ്പെടുന്നൊരു കാലം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അനേകർ വഴിതെറ്റിക്കപ്പെടും. തെറ്റായ പ്രബോധനങ്ങളുടെ കുത്തൊഴുക്ക്. ദൈവമേ, എന്തൊക്കെ വ്യാജ പ്രബോധനങ്ങളാണ്! ഫോൾസ് ഡോക്ട്രീൻസ്, പൈശാചികമായ പ്രബോധനങ്ങൾ. സത്യപ്രബോധനത്തിനും സഭയുടെ വിശ്വാസ സത്യങ്ങൾക്ക് വിരുദ്ധമായ കർത്താവിൻ്റെ പരിശുദ്ധ വചനത്തിൻ്റെ നിർമ്മലമായ വെളിപ്പെടുത്തലുകൾക്ക് വിരുദ്ധമായിട്ടുള്ള തെറ്റായ പ്രബോധനങ്ങൾ ഇന്ന് ഒരുപാട് ഒരു ജലപ്രളയം പോലെ ഇന്ന് ഒഴുകിക്കൊണ്ടിരിക്കുക. അനേകർ വഴിതെറ്റിപ്പോകുന്നു. കർത്താവ് പറഞ്ഞ ശക്തമായൊരു അടയാളമാണ് വ്യാജ പ്രവാചകന്മാരുടെ കള്ള ക്രിസ്തുമാരുടെയും പ്രത്യക്ഷപ്പെടലുകൾ. നമുക്കതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങൾ, അതിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ വേണ്ട. നമുക്കറിയാം എന്തൊക്കെയെന്ന് സംഭവിക്കുന്നത്. വീണ്ടും കർത്താവ് നൽകിയ അടയാളങ്ങൾ എന്തായിരുന്നു? യുദ്ധങ്ങളും അക്രമങ്ങളും, ലോകവ്യാപകമായി അരങ്ങേറുന്ന യുദ്ധങ്ങൾ, വേൾഡ് വൈഡ് വയലൻസ്, ലോകവ്യാപകമായ അക്രമങ്ങൾ, കഠിനമായ ക്ഷാമങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക നമ്മൾ, പ്രകൃതിക്ഷോഭങ്ങൾ, മഹാമാരികളും പകർച്ചവ്യാധികളും, മതപീഡനങ്ങൾ. ഈശോ പറഞ്ഞില്ലേ, അവർ നിങ്ങളെ വധിക്കും, എൻ്റെ നാമം നിങ്ങൾ വഹിക്കുന്നത് കൊണ്ട്, എൻ്റെ നാമത്തിൽ നിങ്ങൾ ജീവിക്കുന്നത് കൊണ്ട് അവർ നിങ്ങളെ വധിക്കും, അവർ നിങ്ങളെ പീഡിപ്പിക്കും, അവർ നിങ്ങളെ ദ്വേഷിക്കും. നമ്മുടെ കർത്താവ് പറഞ്ഞ
ഈ അടയാളം ഇന്ന് എത്ര കൃത്യമായി നിറവേറിക്കൊണ്ടിരിക്കുന്നത്. ആദിമ സഭയേക്കാൾ വലിയ പീഡനത്തിലൂടെയാണ് ഈ യുഗാന്ത്യ സഭ ഇന്ന് കടന്നു പോകുന്നത്. ഉഗ്രമായ മതപീഡനങ്ങൾ. വീണ്ടും കർത്താവ് പറഞ്ഞു, ലോകവ്യാപകമായ ക്രൈസ്തവ വിരുദ്ധത. ഈശോ പറഞ്ഞില്ലേ, എൻ്റെ നാമം നിമിത്തം സകല മനുഷ്യരും നിങ്ങളെ ദ്വേഷിക്കും. ഇത് നമുക്കറിയാം, ഒരു ദേശത്ത് ഒരു സ്ഥലത്ത് മാത്രമല്ല, ലോകവ്യാപകമായി അമേരിക്കയിലാകട്ടെ, യൂറോപ്പിലാകട്ടെ, ഓസ്ട്രേലിയയിലാകട്ടെ, ആഫ്രിക്കയിലാകട്ടെ, നമ്മുടെ ഭാരതത്തിൽ, നമ്മുടെ കൊച്ചു കേരളത്തിൽ നമ്മൾ നോക്ക്, നമ്മുടെ സംസ്ഥാനത്തിലേക്ക് നോക്ക്. ക്രൈസ്തവ വിരുദ്ധത ഇന്ന് ഒരുപാട് വർദ്ധിച്ചു. കർത്താവ് നൽകിയ അടയാളമാണ്. വീണ്ടും ഈശോ പറഞ്ഞു, വിശ്വാസത്യാഗം. അനേകർ സത്യവിശ്വാസം ഉപേക്ഷിക്കും. അവർ ലേഡി ഓഫ് ഗുഡ് സക്സസ്, പരിശുദ്ധ അമ്മ നൽകി വലിയൊരു പ്രതിഷ്ഠീകരണമാണ് സിസ്റ്റർ മദർ മരിയാനയോട്. അമ്മ പറഞ്ഞു, അവസാന നാളുകളിൽ യുഗാന്ത്യ സഭയിൽ സത്യവിശ്വാസത്തിന്റെ വെളിച്ചം അനേകം ഹൃദയങ്ങളിൽ കെട്ടുപോകും. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ആ കാലത്തിലേക്ക് വന്നിരിക്കുകയാണ്. സത്യവിശ്വാസത്തിന്റെ വെളിച്ചം അനേകം ആത്മാക്കളിൽ കെട്ടുപോകുന്നൊരു സമയം. അത് ഈ ഒരു സമയമാണ്. പിശാചിന്റെ പ്രബോധനങ്ങളിൽ ശ്രദ്ധയർപ്പിച്ചുകൊണ്ട് അനേകർ സത്യവിശ്വാസത്തിന് വ്യതിചലിക്കുമെന്ന് ആത്മാവ് പറയുന്നുവെന്ന് പൗലോസ്ലിഹ സഭയ്ക്ക് മുന്നറിയിപ്പ് തരുന്നുണ്ട്. അത് ഈ ഒരു കാലമാണ്. മറ്റ് എല്ലാ കാലങ്ങളിലും ഇതുപോലെയുള്ള പ്രബോധനങ്ങളും വഴിതെറ്റിക്കലുകളും തെറ്റായ പഠനങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ അത് സീമാതീതമായി വർദ്ധിച്ചിരിക്കുകയാണ്. വീണ്ടും നമ്മുടെ കർത്താവ് പറഞ്ഞു, ഭിന്നതയും അനൈക്യവും. ഇന്ന് സഭയിലും കുടുംബങ്ങളിലും കൂട്ടായ്മകളിലും നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുക ഭിന്നത, അനൈക്യം, വിഭാഗീയത. വീണ്ടും എന്താ കാണാൻ കഴിയുന്നത്? പാപമ്ലേച്ഛതകളുടെ വർധനവ്. പാപം വർദ്ധിക്കും, മ്ലേച്ഛത വർദ്ധിക്കും, ലൈംഗിക അരാജകത്വങ്ങൾ വർദ്ധിക്കും. നമ്മൾക്കത് പറയേണ്ട ആവശ്യമില്ല, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. സ്നേഹരാഹിത്യം, സ്നേഹം തണുത്തു പോകും, ബന്ധങ്ങൾ തകരും, കുടുംബങ്ങൾ തകരും, ഭാര്യ ഭർത്തൃ ബന്ധം, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം, ഇതെല്ലാം താറുമാറായി പോകുന്നു. വീണ്ടും കർത്താവ് പറഞ്ഞു, വിനാശകരമായ ദൈവനിന്ദ. ശ്രദ്ധിക്കണമേ, ഇത് വലിയൊരു അടയാളമാണ്. ഇന്ന് എന്താ പലപ്പോഴും സംഭവിക്കുന്നത്? ദേവാലയ തിരുമുറ്റങ്ങളും കർത്താവിനായി പ്രതിഷ്ഠിതമായിരിക്കുന്ന പരിശുദ്ധ ദേവാലയങ്ങളുടെ തിരുമുറ്റങ്ങളും, എന്തിന് ദേവാലയ അകത്തുപോലും വിശുദ്ധ വസ്തുക്കൾ, വിശുദ്ധ സ്ഥലങ്ങൾ ഇന്ന് മലിനമാകുന്നു. പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കേണ്ട അവിടെയെല്ലാം വിനാശകരമായ അശുദ്ധിയുടെ ലക്ഷണങ്ങൾ വെളിപ്പെടുകയാണ്. യേശു പറഞ്ഞു, കാലം അതിന്റെ അന്ത്യത്തോട് ചെല്ലുമ്പോൾ വിനാശകരമായ ദൈവനിന്ദയുണ്ടാകും. അനേകരെ ഈ കൊടും പാപത്തിൽ അകപ്പെട്ടു പോകും. വീണ്ടും കർത്താവ് എന്താ പറഞ്ഞത്? ഉഗ്രമായ പീഡനങ്ങൾ, ഉഗ്രപീഡനങ്ങൾ, ഭീകര പ്രവർത്തനങ്ങൾ. നമുക്ക് പെട്ടെന്ന് അത് ഡിസ്പ്ലേ ചെയ്യാം. ഭീകര പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. ആകാശശക്തികൾ ഇളകും. സൂര്യനിലും ചന്ദ്രനിലും മാറ്റങ്ങൾ ഉണ്ടാകും. ആകാശശക്തികൾ ഇളകും. പ്രപഞ്ച വ്യതിയാനങ്ങൾ. സയൻസ് അതിനെ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നുണ്ടെങ്കിലും കർത്താവ് പറഞ്ഞു, പ്രപഞ്ചത്തിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകും, കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഉണ്ടാകും. സംഭവിച്ചുകൊണ്ടിരിക്കുക. ഭൂമിയെ മൂടുന്ന അന്ധകാരം. സൂര്യൻ പ്രകാശം തരികയില്ല. സൂര്യൻ ഇരുണ്ടുപോകും. ഭൂമിയെ മൂടുന്ന അന്ധകാരം. ഇസ്രായേലിന്റെ വളർച്ചയും പതനവും. വീണ്ടും നൽകുന്ന അടയാളങ്ങൾ എന്താണ്? നോഹയുടെ ദിനങ്ങൾ പോലെ. കർത്താവ് പറഞ്ഞു, ലോത്തിന്റെ ദിവസങ്ങൾ പോലെ. ലോത്തിന്റെ ദിവസത്തിന് പ്രത്യേകത എന്താ? സെയിം സെക്സ് ആണ്. ഇന്ന് അനേക ലോകരാജ്യങ്ങളിൽ സ്വവർഗ വിവാഹം നിയമമായി ഇന്ന് പാസാക്കി കഴിഞ്ഞു. സെയിം സെക്സ് മാരേജ് എത്രയോ രാജ്യങ്ങളിൽ ഇത് നിയമമായി മാറി. യേശു പറഞ്ഞു, മനുഷ്യപുത്രൻ വീണ്ടും വരുമ്പോൾ ഈ ഭൂമി ലോത്തിന്റെ ദിവസങ്ങൾ പോലെയായിരിക്കും, നോഹയുടെ ദിനങ്ങൾ പോലെയായിരിക്കും. സഹോദരങ്ങളെ, ഇതൊന്നും മാറ്റമില്ലാത്ത അടയാളങ്ങളാണ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മ
ഇന്ന് ലോകത്തിന്റെ പല ദിക്കുകളിൽ പ്രത്യക്ഷപ്പെട്ട് കർത്താവും അപ്പോസ്തലന്മാരും നൽകിയ ഈ അടയാളങ്ങളെ സ്ഥിരീകരിക്കുന്നത്, അത് ഉറപ്പിക്കുകയാണ്. മക്കളെ, അരുത്, നിങ്ങൾ തള്ളിക്കളയരുത്, നിങ്ങൾ ഇതിനോട് മറുതലിക്കരുത്, നിങ്ങൾ പുച്ഛിക്കരുത്, നിങ്ങൾ ഇത് നിരാകരിക്കരുത്. എൻ്റെ മക്കളെ, ഈ അടയാളങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ ആത്മീയമായി ഒരുങ്ങുക. സമയം അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും എന്താ അടയാളം പറയുന്നത്? വർദ്ധിതമായ ഭയവും ആകുലതയും, സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത, സ്വാർത്ഥ സ്നേഹികൾ, ധനമോഹികൾ, അഹങ്കാരികൾ, പൊങ്ങച്ചക്കാര്, ദൈവദൂഷകര്. പൗലോസ് എഴുതിയ തിമോത്തിയോസിന് 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വചനങ്ങളിൽ ഈ അടയാളങ്ങളൊക്കെ കാണുകയാണ്. പൊങ്ങച്ചക്കാര്, ദൈവദൂഷകരെ, മാതാപിതാക്കന്മാരനുസരിക്കാത്തവരെ, നന്ദിയില്ലാത്തവരെ, വിശുദ്ധിയില്ലാത്ത മനുഷ്യരെ, മനുഷ്യത്വമില്ലാത്തവരെ, ഒന്നിനും വഴങ്ങാത്തവരെ, അപവാദവും പരദൂഷണവും പറയുന്നവരെ, ആത്മനിയന്ത്രണമില്ലാത്തവരെ, വഞ്ചകരും ക്രൂരന്മാരും, നന്മയെ വെറുക്കുന്നവരെ, എടുത്തുചാട്ടക്കാരെ, ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം സുഖഭോഗങ്ങളിൽ ആസക്തിയുള്ളവരെ, ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തി അതിൻ്റെ ആന്തരിക ചൈതന്യം, അതിൻ്റെ ശക്തിയെ നിഷേധിക്കുന്നവരെ അവസാന നാളുകളിൽ ഉണ്ടാകുമെന്ന് നമ്മുടെ കർത്താവും അപ്പോസ്തലന്മാരും വ്യക്തമായ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ ഈ ഒരു കാലത്തിലാണ് ആയിരിക്കുന്നത്. ഈ ഒരു കാലത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ഇവിടെ വിശുദ്ധിയോടെ, സത്യവിശ്വാസത്തിൽ, ദൈവകൃപയിൽ നമുക്ക് ജീവിക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ കരബലം കൊണ്ടോ, മാനുഷിക ശക്തി കൊണ്ടോ, മാനുഷിക ബുദ്ധി കൊണ്ടോ, നമ്മുടെ മറ്റ് വൈഭവങ്ങൾ കൊണ്ടോ സാധിക്കുകയില്ല. ഇവിടെയാണ് സഹോദരങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ 7 വിശുദ്ധ ദാനങ്ങൾ നമുക്ക് വേണ്ടത്. സ്വർഗം ആഗ്രഹിക്കുന്നത് പോലെ നമുക്ക് ജീവിക്കാൻ കഴിയണമെങ്കിൽ, ഈ പാപപ്രളയത്തിൽ അകപ്പെട്ട് നമ്മൾ നശിച്ചു പോകാതിരിക്കണമെങ്കിൽ, സപ്താത്മാക്കളുടെ അഭിഷേകവും നിറവും നമുക്ക് കൂടിയേ തീരൂ. അതുകൊണ്ട് നമ്മൾ പാടുന്നത് ആ വരികളത് പാടിയേ, ജ്ഞാനം, ബുദ്ധി, അറിവ്. നമ്മൾ അടുത്ത ദിവസങ്ങൾ നമ്മളത് ഓരോന്നും ധ്യാനിച്ച് പഠിക്കാൻ പോവുക പരിശുദ്ധ അമ്മ മാതാവിനോട് ചേർന്ന്. അമ്മയുടെ കലാലയത്തിൽ അമ്മയാണ് ഇതിൻ്റെ അധ്യാപിക. ഈ ദാനഫല വരകളെ കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപിക പരിശുദ്ധ അമ്മ മാതാവാണ്. അമ്മ പഠിപ്പിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. ആ വരികൾ ഉച്ചത്തിൽ പാടിക്കേ. ജ്ഞാനം, ശക്തി, വിവേകം, ഭക്തി കർത്താവേ ഞങ്ങൾക്ക് നൽകണമേ. നമ്മിൽ മഴ പോൽ ചൊരിഞ്ഞിടണേ. സഭ മുഴുവനിലേക്ക് അത് പകരണമേ. ജ്ഞാനം, ശക്തി, വിവേകം, ഭക്തി. മഴ പോലെ കുടുംബങ്ങളിൽ, സമൂഹങ്ങളിൽ. ഇല്ലെങ്കിൽ സഹോദരങ്ങളെ, ഈ പാപം മ്ലേച്ഛതയുടെ കുത്തൊഴിക്കൽപ്പെട്ട് ഞാനും നിങ്ങളും ഒലിച്ചു പോകുവാൻ ഒരുപാട് സാധ്യതയുണ്ട്. കൃപയിൽ വീട് പോകാൻ ഒരുപാട് സാധ്യതയുണ്ട്. കാരണം തെരഞ്ഞെടുക്കപ്പെട്ടവർ പോലും വഴിതെറ്റിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ സത്യവിശ്വാസത്തോടെ, സത്യപ്രബോധനങ്ങളിൽ അടിയുറച്ച് കർത്താവിനോടും അവിടുത്തെ സഭയോടും വിശ്വസ്തയോടെ ചേർന്ന് നിൽക്കണമെങ്കിൽ ആത്മാവിൻ്റെ 7 വിശുദ്ധ ദാനങ്ങൾ നമുക്ക് കൂടിയേ തീരൂ. അതുകൊണ്ടാണ് വിശുദ്ധനായ അൽഫോൺസ് ലിഗോരി പറയുന്നൊരു കാര്യമുണ്ട്. ഇവിടെയാണ് അമ്മ നമ്മളെ സഹായിക്കുന്നത്. എന്താണ് വിശുദ്ധനായ അൽഫോൺസ് ലിഗോരി പറയുന്നത്? കൃപ ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. എല്ലാവരും ഒരുമിച്ച് ഉച്ചത്തിൽ പറഞ്ഞേ, കൃപ ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഒരു കാലഘട്ടം. ഏത് കൃപ? പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളാണത്. ആദിമ സഭയേക്കാൾ ഉപരി യുഗാന്ത്യ സഭയ്ക്ക് ഇന്ന് ഈ ആത്മാവിന്റെ 7 വിശുദ്ധ ദാനങ്ങൾ ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഒരു കാലഘട്ടം. യുഗാന്തത്തോട് അടുത്തിരിക്കുകയാകയാൽ കൂടുതൽ ദൈവകൃപയ്ക്കായി
നാം മറിയത്തിന്റെ സഹായം തേടേണ്ടതുണ്ട്. പാപം പരമാവധി വർദ്ധിക്കുകയാൽ കൃപ അനന്തമായി അതിനെ അതിശയിപ്പിക്കേണ്ടതുണ്ട്. ശ്രദ്ധിച്ച സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനത്തിൽ വിശുദ്ധനായ അൽഫോൺസ് ലിഗോരി യുഗാന്ത്യ സഭയോട് പറയുകയാണ്, പാപം അതിവേഗം വർദ്ധിച്ചിരിക്കുന്നത് കൊണ്ട് അതിനെ മറികടക്കുന്ന വിധത്തിൽ അസാധാരണമായ പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളാൽ, ദാനഫല വരങ്ങളാൽ ഈ കാലഘട്ടത്തിലെ ദൈവജനം നിറയപ്പെടേണ്ടതുണ്ട്. കൃപ ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഒരു കാലഘട്ടം, ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഒരു കാലഘട്ടം. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് മരിയ വാൾത്തോടത്തയോട് പറഞ്ഞു. എന്താണ് മരിയ വാൾത്തോടത്തയോട് ഈശോയാണ് പറഞ്ഞത്, നമ്മുടെ കർത്താവ് പറഞ്ഞത്. ഒന്ന് വായിച്ചേ. ഓ എൻ്റെ ദാനങ്ങൾ, അത് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങള്, അതാണ് ദൈവത്തിൻ്റെ സപ്താത്മാക്കള്. എൻ്റെ ദാനങ്ങൾ അവ നിങ്ങളുടെ ആനന്ദമായിരിക്കും. സഹോദരങ്ങളെ, നമ്മൾ ആഗ്രഹിക്കണം, ദാഹിക്കണം. കർത്താവേ, ആത്മാവിൻ്റെ 7 വിശുദ്ധ ദാനങ്ങൾ കൊണ്ട് എന്നെ സമ്പന്നമാക്കണമേ. എൻ്റെ കുടുംബത്തെ, എൻ്റെ മക്കളെ, എൻ്റെ തലമുറയെ, എൻ്റെ സഭയെ, വൈദികരെ, സമർപ്പിതരെ, സഭാ നേതൃത്വത്തെ മുഴുവൻ ആത്മാവിൻ്റെ 7 വിശുദ്ധ ദാനങ്ങളാൽ സമ്പന്നമാക്കണമേ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം തീഷ്ണതയോടെ. ഈശോ പറയാണ്, നിങ്ങൾ വിശപ്പോ കലയോ അത്യാഹിതങ്ങളോ അനുഭവിക്കുകയില്ല. നിങ്ങളുടെ ശരീരങ്ങളും അതിൽ കൂടുതലായി നിങ്ങളുടെ ആത്മാക്കളും എൻ്റെ കരങ്ങളാൽ പരിപോഷിപ്പിക്കപ്പെടും കേട്ടോ. ഈ മഹാദുരിതത്തിൻ്റെ നാളുകളിൽ, ഉഗ്രപീഡനത്തിൻ്റെ നാളുകളിൽ, പാപമ്ലേച്ഛതയുടെ നാളുകളിൽ നിങ്ങൾക്ക് ക്ഷതമേൽക്കുകയില്ല, നിങ്ങൾ വീണു പോകുകയില്ല, നിങ്ങൾ നശിപ്പിക്കപ്പെടുകയില്ല. ഞാൻ നിങ്ങൾക്ക് നൽകുന്ന എൻ്റെ ദാനങ്ങൾ നിങ്ങളെ പരിപോഷിപ്പിക്കും. തുടർന്ന് ഈശോ പറഞ്ഞു, എൻ്റെ ദാനങ്ങൾ ധാരാളമായി നിങ്ങൾക്ക് നൽകി നിങ്ങളെല്ലാവരെയും എന്നിലേക്ക് അടുപ്പിക്കുവാൻ ഞാൻ ശ്രമിക്കും. എൻ്റെ സഹോദരങ്ങളെ, ഇതാണ് ഈ നാളുകളിൽ പരിശുദ്ധ അമ്മ മാതാവ് ചെയ്യുന്നത്. പരിശുദ്ധ അമ്മ മാതാവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ദൗത്യമാണ്. കർത്താവിനോട് നമ്മൾ അടുപ്പിക്കുകയാണ്, നമ്മൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ. എന്തുമാത്രം വലിയ കാരുണ്യമാണ് കർത്താവ് നമ്മോട് കാണിക്കുന്നത്. ഒരു സഹോദരങ്ങളെ, നമ്മളിത് മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഒത്തിരി അടയാളങ്ങൾ കണ്ടു. അതിൽ നിന്ന് വ്യത്യസ്തമായി യുഗാന്ത്യ സഭ ദൈവത്തിൻ്റെ സപ്താത്മാക്കളാൽ ഉണർത്തപ്പെടുവാനും നമ്മുടെ കുടുംബങ്ങളും കുഞ്ഞുങ്ങളും തലമുറകളും സമർപ്പിത സമൂഹങ്ങളെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ 7 വിശുദ്ധ ദാനങ്ങളാൽ അലങ്കൃതരാകുവാൻ, സമ്പന്നമാകുവാൻ, അതിൻ്റെ ആവശ്യകതയെ വിളിച്ചറിയിക്കുന്ന 4 അടയാളങ്ങൾ പെട്ടെന്ന് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, തീഷ്ണമായി ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം, ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കണം, വില കൊടുത്ത് പ്രാർത്ഥിക്കണം. കഴിഞ്ഞ ഏതാനും ദിനങ്ങളായി എൻ്റെ ഹൃദയത്തെ പരിശുദ്ധാത്മ ഭാരപ്പെടുത്തുകയാണ്. ഈ വിശുദ്ധ ദാനങ്ങൾക്ക് വേണ്ടി ദാഹിക്കുക. ആത്മാവിൻ്റെ വരങ്ങൾ നമുക്ക് വേണം, ആത്മാവിൻ്റെ ഫലങ്ങൾ നമുക്ക് വേണം. എന്നാൽ ഈ നാളുകളിൽ ആത്മാവിൻ്റെ ദാനങ്ങൾക്ക് വേണ്ടിയുള്ള തീവ്രമായൊരു ആഗ്രഹം നമുക്കുണ്ടാകണം. ഇത് കർത്താവിൻ്റെ ആഗ്രഹമാണ്. അതിൽ ഒന്നാമത്തെ ഒരു അടയാളമാണ്, നിങ്ങൾ ശ്രദ്ധിക്കണമേ, നമ്മളായിരിക്കുന്ന ഈ ഒരു സമയം ദൈവകരുണയുടെ അവസാന മണിക്കൂറുകളിലാണ് നമ്മളായിരിക്കുന്നത്. ഇത് തമാശ പറയുന്നതല്ല സഹോദരങ്ങളെ. ഒരു നേരം പോക്ക് പറഞ്ഞ് നിങ്ങളെ അങ്ങ് ഇമോഷണലായി, വൈകാരികമായി നിങ്ങളെ ഒന്ന് ചലിപ്പിക്കാനല്ല ഇത് പറയുന്നത്. ഇത് ദൈവകരുണയുടെ അവസാന മണിക്കൂറുകളാണ്. നമുക്കറിയാം, ദൈവകരുണയുടെ അപ്പോസ്തലയായ സഭ വിശേഷിപ്പിക്കുന്ന വിശുദ്ധയായ മരിയ ഫൗസ്റ്റീന അമ്മയുടെ കർത്താവ് എന്താ പറഞ്ഞത്?
ദൈവകരുണയുടെ പുസ്തകം അതിൻ്റെ ഖണ്ഡികയിൽ നമ്മൾ കാണുന്നുണ്ട്. ഒന്നാമതായി ഈശോ പറഞ്ഞു 429 ഖണ്ഡികയിൽ, ലോകത്തെ എൻ്റെ അവസാന വരവിന് വേണ്ടി, എൻ്റെ രണ്ടാം വരവിന് വേണ്ടി നീ ഒരുക്കണം. ലോകത്തോട് എൻ്റെ കരുണയെപ്പറ്റി സംസാരിക്കണം. അപ്പൊ കർത്താവിൻ്റെ പ്രത്യാഗമനത്തിനായി സഭയെയും ലോകത്തെയും ഒരുക്കുവാൻ ദൈവം സമ്മാനിച്ചിരിക്കുന്ന ഒടുവിലത്തെ സമ്മാനമാണ് തൻ്റെ കരുണ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങൾ, നമ്മളിത് വിശ്വസിക്കണം. ദൈവ കരുണയുടെ അവസാന മണിക്കൂറുകളിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാ. തുറന്ന് എന്താ നമ്മുടെ കർത്താവ് വിശുദ്ധ മരിയ ഫൗസ്റ്റീന അമ്മയോട് പറഞ്ഞത്? 965 ഖണ്ഡികയിൽ, എൻ്റെ ആത്മാക്കളെ എൻ്റെ വലിയ കരുണയെപ്പറ്റി അറിയിക്കുക. എന്തെന്നാൽ എൻ്റെ നീതിയുടെ ഭീകര ദിനം അടുത്തിരിക്കുന്നു. അപ്പൊ അവസാന മണിക്കൂറിലാണ് നമ്മൾ. എന്തിൻ്റെ? ദൈവകരുണയുടെ, ദൈവനീതിയുടെ ഭീകര ദിനം അടുത്തിരിക്കുകയാണ്. ഇനിയും അനുതപിക്കാതെ, അടയാളങ്ങൾ തിരിച്ചറിയാതെ, ലോകമോഹങ്ങളിലും സുഖലോലുപതയിലും നശ്വരമായ ഭോഗേച്ഛകളും ജഡിക സുഖത്തിലും ഈ ലോകത്തിൻ്റെ ആർഭാടങ്ങളിലും ആഘോഷങ്ങളിലും മാത്രം ശ്രദ്ധയർപ്പിച്ച് ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ, അത് വലിയ അപകടമാണെന്ന് ആത്മാവ് നമ്മെ അറിയിക്കുകയാണ്. എൻ്റെ നീതിയുടെ ഭീകര ദിനം അടുത്തിരിക്കുന്നു. വീണ്ടും നമ്മുടെ കർത്താവ് പറഞ്ഞു 848 ഖണ്ഡികയിൽ, ദൈവ കരുണ അന്ത്യകാലത്തിനുള്ള എൻ്റെ അടയാളമാണ്. അതിനുശേഷം എൻ്റെ നീതിയുടെ ദിനം വരും. എൻ്റെ കരുണയിലേക്ക് ആത്മാക്കളെ കൊണ്ടുവരിക, എൻ്റെ കരുണയിലേക്ക് ആത്മാക്കളെ കൊണ്ടുവരിക. വീണ്ടും കർത്താവ് പറയുന്നതായി നാം കാണുന്നുണ്ട് 1146 ഖണ്ഡികയിൽ, എൻ്റെ കരുണയുടെ വാതിലിലൂടെ പ്രവേശിക്കുവാൻ വിസമ്മതിക്കുന്നവർ എൻ്റെ നീതിയുടെ വാതിലിൽ കൂടി കടന്നു പോകേണ്ടി വരും. പാപികൾക്ക് വേണ്ടി എൻ്റെ കരുണയുടെ സമയം ഞാൻ നീട്ടിയിരിക്കുന്നു. എൻ്റെ സന്ദർശനത്തിൻ്റെ ഈ സമയം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അവർക്ക് ദുരിതം. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഇത്രമാത്രം അടയാളങ്ങളും പ്രവചന സന്ദേശങ്ങൾ നമ്മുടെ കർത്താവും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും നമ്മുടെ അമ്മ മാതാവും നമ്മെ അറിയിച്ചിട്ടും നമുക്കിത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മൾ ഈ പ്രവചന സന്ദേശങ്ങളെ ഗൗരവമായി കണക്കിലെടുക്കുന്നുണ്ടോ? ഇതിനനുസൃതമായി നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നമുക്കിന്ന് കഴിയുന്നുണ്ടോ? അനേകരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ത്യാഗമെടുക്കുവാൻ, പരിഹാരം ചെയ്യുവാൻ, പ്രാർത്ഥിക്കുവാൻ നമുക്കിന്ന് സമർപ്പണമുണ്ടോ? കർത്താവിൻ്റെ പ്രത്യാഗമനത്തിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ? എൻ്റെ സഹോദരങ്ങളെ, നമ്മളിത് മനസ്സിലാക്കണം. ഇന്ന് പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. കുറേ നാളുകളായി ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട്. ആദിമ സഭ വിശ്വസിച്ചു ആ നാളുകളിൽ കർത്താവ് വീണ്ടും വരുമെന്ന്. പക്ഷെ സംഭവിച്ചില്ല. അതുകൊണ്ട് ഇതൊക്കെ അത്രമാത്രം വിശ്വസിക്കേണ്ട ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം മനുഷ്യര് ഇന്ന് സഭയ്ക്കുള്ളിൽ തന്നെയുണ്ട്. മറ്റൊരു കൂട്ടര് നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം നമ്മുടെ മരണമാണ്, അതാണ് അവസാനം, അതാണ് ലോകാവസാനം, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കണം സഹോദരങ്ങളെ, യുഗാന്ത്യവും ലോകാവസാനം തമ്മിൽ വ്യത്യാസമുണ്ട്. യുഗാന്ത്യം എന്ന് പറയുന്നത് പാപം നിറഞ്ഞ, മ്ലേച്ഛത നിറഞ്ഞ ഈ സംസ്കാരത്തിനെ അറുതി വരുത്തുകയാണ്. ഒരു പുതിയ സ്നേഹത്തിൻ്റെ, കൃപയുടെ ഒരു പുതിയ വസന്തം കർത്താവ് നമുക്ക് ഒരുക്കുന്നതാണ് യുഗാന്ത്യം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പലരും പറയുന്നു നമ്മുടെ മരണത്തോടു കൂടി അവസാനമായി, കർത്താവ് വരാനൊന്നും പോകുന്നില്ല. ഇതൊക്കെ എത്ര നാളുകളായി കേൾക്കാൻ തുടങ്ങിയിട്ട്. നമ്മുടെ മരണത്തോടു കൂടി എല്ലാം തീർന്നു, അതാണ് നമ്മുടെ യുഗാന്ത്യം എന്ന് ചിന്തിക്കുന്ന കുറേ പേരുണ്ട്. മറ്റു ചിലരെ കർത്താവ് പറഞ്ഞ ഈ വചനങ്ങളും അടയാളങ്ങളും
തൻ്റെ പ്രത്യാഗമനത്തെക്കുറിച്ച് ഈശോ തന്നെ പഠിപ്പിച്ചിരിക്കുന്ന പ്രബോധനങ്ങൾ നമ്മളങ്ങനെ വാചികമായി ലിറ്ററലി ആക്ഷരികമായി എടുക്കേണ്ട ആവശ്യമില്ല. അതൊരു ആലങ്കാരിക ഭാഷയിൽ കർത്താവ് പറഞ്ഞതാണ്, നമ്മൾ ആ രീതിയിൽ അങ്ങ് കണ്ടാൽ മതി എന്ന് ചിന്തിക്കുന്ന മറ്റൊരു കൂട്ടര്. വേറെ ചിലര് ഈ വിശ്വാസ സത്യത്തിന് അമിത പ്രാധാന്യം കൊടുത്ത് കർത്താവ് വരുന്ന ദിവസവും തീയതിയും ഡേറ്റും പറഞ്ഞ് അനേകരെ സത്യപ്രബോധനങ്ങൾ വഴിതെറ്റിച്ച് അവരെ നാശത്തിലേക്ക് തള്ളിയിടുന്ന പല സെക്റ്റുകൾ, അങ്ങനെയുള്ള കൂട്ടായ്മകൾ, ഗ്രൂപ്പുകളും ഈ കാലഘട്ടത്തിൽ ഒരുപാട് സംഭവിക്കുന്നുണ്ട്. അത് തികച്ചും പൈശാചികമാണ് സഹോദരങ്ങളെ. നമ്മൾ അങ്ങനെയുള്ള സെക്റ്റുകളിലോ അങ്ങനെയുള്ള കൂട്ടായ്മകൾ പെട്ടുപോകരുത്. കർത്താവിനോടും കർത്താവിൻ്റെ പരിശുദ്ധ സഭയോടും അവസാന ശ്വാസം വരെ വിശ്വസ്തയോടെ ചേർന്ന് നിൽക്കണം. സത്യവിശ്വാസത്തിലും സത്യപ്രബോധനങ്ങളിലും ഹൃദയമുറപ്പിച്ച് നമ്മൾ ജീവിക്കണം. അതാണ് ഈശോ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ അമ്മ മാതാവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് പത്രോസ്ലീഹ സഭയോട് പറയുന്നൊരു കാര്യമുണ്ട്. പത്രോസ്ലീഹ രണ്ടാമത്തെ ലേഖനം 3-ാം അധ്യായം 3-4 വചനങ്ങൾ നമുക്ക് പെട്ടെന്ന് വചനങ്ങൾ നിന്ന് ശ്രദ്ധിക്കാം. ആദ്യം തന്നെ നിങ്ങളിത് മനസ്സിലാക്കണം. അധമവികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന നിന്ദകർ നിങ്ങളെ പരിഹസിച്ചുകൊണ്ട് അവസാന നാളുകളിൽ പ്രത്യക്ഷപ്പെടും. അവരെന്താണ് പറയുന്നത്? അവർ പറയും, അവൻ്റെ പ്രത്യാഗമനത്തെക്കുറിച്ചുള്ള വാഗ്ദാനം എവിടെ? എന്തെന്നാൽ പിതാക്കന്മാർ നിദ്ര പ്രാപിച്ച നാൾ മുതൽ സകല കാര്യങ്ങളും സൃഷ്ടിയുടെ ആരംഭത്തിലുണ്ടായിരുന്ന സ്ഥിതിയിൽ തന്നെ തുടരുന്നുവല്ലോ. ഇന്ന് അനേകർ ചോദിക്കുന്നുണ്ട്, കർത്താവിൻ്റെ പ്രത്യാഗമനത്തെക്കുറിച്ചുള്ള വാഗ്ദാനം എവിടെ? കർത്താവ് വീണ്ടും വരാൻ പോകുന്നില്ല. അത് വാചി അർത്ഥത്തിൽ നമ്മൾ എടുക്കണ്ട. ഒരു നേരത്തെ പറഞ്ഞതുപോലെ അതങ്ങ് ലിറ്ററലി വിശ്വസിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് കർത്താവ് അങ്ങ് പറഞ്ഞു പോയതാണ്. ഒരു ആലങ്കാരിക ഭാഷയിൽ നമ്മൾ അതിനെ എടുത്താൽ മതി. നമ്മളതിന് വലിയ പ്രാധാന്യം കൊടുക്കണ്ട എൻ്റെ സഹോദരങ്ങളെ. എന്നാൽ ഇതിനെക്കുറിച്ച് എന്താണ് പരിശുദ്ധ വചനം പറയുന്നത്? സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പം നൽകുന്ന ശ്ലൈഹിക പ്രബോധനമാണിത്. ഇത് സഭയ്ക്കുള്ള സന്ദേശമാണിത്. പത്രോസ്ലീഹ രണ്ടാമത്തെ ലേഖനം 3-ാം അധ്യായം 9-ാം വചനത്തിൽ കർത്താവിൻ്റെ പരിശുദ്ധ വചനം പഠിപ്പിക്കുന്നു, കാളവിളംബത്തെക്കുറിച്ച് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല. കർത്താവിൻ്റെ പ്രത്യാഗമനം കർത്താവ് മറന്നുപോയിട്ടല്ല. പിന്നെ എന്തുകൊണ്ടാണ് വരാൻ താമസിക്കുന്നത്? അതിന് ഉത്തരമാണ് പത്രോസ്ലീഹ പറഞ്ഞു തരുന്നത്. ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുതപിക്കണമെന്ന്, നിത്യരക്ഷ സ്വന്തമാക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. ഹല്ലേലൂയ. സഹോദരങ്ങളെ, നമ്മുടെ കർത്താവിനെ യാതൊരു മറവിയും ബാധിച്ചിട്ടില്ല. അവിടുത്തെ വാഗ്ദാനങ്ങൾ വിശ്വസ്തനായ ദൈവമാണ്. തൻ്റെ വചനത്തോട് പൂർണ്ണമായും വിശ്വസ്തത പുലർത്തുന്നവനാണ് നമ്മുടെ കർത്താവ്. ഉടമ്പടിയുടെ ദൈവം, കവനന്റ് ഗോഡ്. നമ്മൾ നശിച്ചു പോകാതിരിക്കാൻ ഞാൻ ചിന്തിക്കുക, ഈ സമയത്തെങ്ങാനും കർത്താവ് വന്നാൽ നമ്മുടെ സ്ഥിതി എന്തായിരിക്കും? എൻ്റെ ദൈവമേ, നമ്മുടെ സ്ഥിതി എന്തായിരിക്കും? നമ്മൾ എത്ര പേര് കർത്താവിനോട് കൂടെ പോകും? ഇത് പ്രസംഗിക്കാൻ എളുപ്പാ, കേട്ടിരിക്കാനും എളുപ്പാ. നമ്മുടെ ജീവിതം അത്രമാത്രം വിശുദ്ധീകരണത്തിന്റെ ജീവിതമല്ലെങ്കിൽ, ദൈവകൃപയിൽ സമ്പന്നമായ ജീവിതമല്ലെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ വിശുദ്ധ ദാനങ്ങളാൽ നിറയപ്പെട്ടൊരു ജീവിതമല്ലെങ്കിൽ, എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. വെളിപാട് 21:27 പറയുന്നു, അശുദ്ധമായതൊന്നും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഹല്ലേലൂയ. എത്ര കൃത്യമാണ് കർത്താവിന്റെ പരിശുദ്ധ വചനം. ഒന്നാമത്തെ അടയാളം ദൈവകരുണയാണ്. രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ കാലഘട്ടത്തെ യുഗാന്ത്യ സഭ ഉണർത്തുവാൻ പരിശുദ്ധ ത്രിത്വം നൽകുന്ന മറ്റൊരു അടയാളമാണ് ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം 1-ാം വചനത്തിൽ
ആ പ്രവചന വചനം നമുക്ക് കാണുവാൻ കഴിയും. അക്കാലത്ത് നിന്റെ ജനത്തിന് ചുമതല വഹിക്കുന്ന മഹാപ്രഭുവായ മിഖായേൽ എഴുന്നേൽക്കും. ജനത രൂപം പ്രാപിച്ചതു മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടതകള്, നാശങ്ങള്, ഭീകര സംഭവങ്ങള്, ഭീതിജനകമായ ദിനങ്ങള് ആ നാളുകളിൽ സംഭവിക്കും. ദൈവത്തിന്റെ വചനം പറയുന്നു, വിശുദ്ധ മിഖായേൽ, ദൈവജനത്തിന് ചുമതല വഹിക്കുന്ന മിഖായേൽ എഴുന്നേൽക്കും. എൻ്റെ സഹോദരങ്ങളെ, സഭാചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ മഹാനായ ലയോ 13-ാമൻ മാർപ്പാപ്പയുടെ സഭാഭരണ കാലത്ത് ഈ പ്രവചനം അക്ഷരികമായി നിറവേറപ്പെട്ടു. ഞാൻ ആ സംഭവത്തിലേക്ക് പോകുന്നില്ല, നമ്മൾ പിന്നീട് അത് ധ്യാനിക്കും. 1884 ഒക്ടോബർ 13-ാം തീയതി ഫാത്തിമ പ്രത്യക്ഷീകരണത്തിന് 33 വർഷങ്ങൾക്ക് മുൻപ് ലയോ 13-ാമൻ മാർപ്പാപ്പ ഭീകര ദർശനം കണ്ടു. സാത്താനും ഈശോയും തമ്മിലുള്ള സംഭാഷണം. അതിനൊടുവിൽ വിശുദ്ധ മിഖായേൽ മാലാഖയ്ക്ക് സ്വർഗത്തിന്റെ സൈന്യാധിപനായ, ദൈവജനത്തിന്റെ സംരക്ഷകനായ വിശുദ്ധ മിഖായേലിന് സഭയെ സമർപ്പിച്ചുകൊണ്ട് മാർപ്പാപ്പ പരിശുദ്ധാത്മാവിൽ പ്രചോദിതനായി ഒരു പ്രാർത്ഥന രചിക്കുകയാണ്. വിശുദ്ധ മിഖായേൽ മാലാഖയോടുള്ള ജപം. നമ്മൾ ഇന്ന് ചെല്ലുന്നത് ആ പ്രാർത്ഥനയാണ്. നമ്മുടെ ഇടവക ദേവാലയങ്ങളിലും നമ്മുടെ കുടുംബങ്ങളിലും സമർപ്പിത സമൂഹങ്ങളിലൊക്കെ ഈ പ്രാർത്ഥന വിശ്വാസത്തോടെ, ഒരുക്കത്തോടെ നമ്മൾ ചൊല്ലണം. സഭ സംരക്ഷിക്കപ്പെടുവാൻ, ഈ നാളുകളിൽ നമ്മുടെ കുടുംബങ്ങൾ സംരക്ഷിക്കപ്പെടുവാൻ, നമ്മുടെ സമൂഹങ്ങൾ സംരക്ഷിക്കപ്പെടുവാൻ വിശുദ്ധ മിഖായേലിന്റെ സഹായവും സാന്നിധ്യവും ആവശ്യമാണ്. മൂന്നാമത്തെ ഒരു അടയാളം, യുഗാന്ത്യ സഭയ്ക്ക് സ്വർഗം നൽകിയിരിക്കുന്ന വലിയ അടയാളമാണ് പരിശുദ്ധ അമ്മ മാതാവ്. ശ്രദ്ധിക്കണമേ സഹോദരങ്ങളെ, പരിശുദ്ധ മറിയം യുഗാന്ത്യ സഭയ്ക്കുള്ള അടയാളമാണ്. വെളിപാട് പുസ്തകം 11-ാം അധ്യായം 19-ാം വചനത്തിൽ യോഹന്നാൻ ശ്ലീഹ കാണുകയാണ്, അപ്പോൾ സ്വർഗത്തിൽ ദൈവത്തിന്റെ ആലയം തുറക്കപ്പെട്ടു, അതിൽ അവിടുത്തെ വാഗ്ദാന പേടകം കാണാനായി. മിന്നൽ പിണരുകളും ഘോഷങ്ങളും ഇടിമുഴക്കങ്ങളും ഭൂകമ്പവും വലിയ കന്മഴയും ഉണ്ടായി. 12-1 വരാം. അപ്പോൾ തന്നെ മറ്റൊരു അടയാളം യോഹന്നാൻ ശ്ലീഹ കാണുകയാണ്. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടിയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കിടയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. ഈ വചനത്തിന് ദൈവശാസ്ത്രപരമായ പല വ്യാഖ്യാനങ്ങളുണ്ട്. സഭയുടെ പ്രതീകമാണ് അത്. ഇസ്രായേൽ ഗോത്രങ്ങളുടെ 12 ഗോത്രങ്ങളുടെ പ്രതീകമാണ്. ഇങ്ങനെ പല പല വ്യാഖ്യാനങ്ങൾ ഉണ്ടെങ്കിലും ഫാത്തിമ പ്രത്യക്ഷീകരണത്തിൽ പരിശുദ്ധ അമ്മ മാതാവ് സഭയോട്, ലോകത്തോട് വിളിച്ചു പറഞ്ഞു. വെളിപാട് പുസ്തകം 12-1 കാണുന്ന ആ വെളിപാടിലെ സ്ത്രീ സൂര്യനെ ഉടയാടിയാക്കി, ചന്ദ്രനെ പാദപീഠമാക്കിയ ആ വെളിപാടിലെ കന്യക ഞാൻ തന്നെയാണെന്ന് സഭയോട് വിളിച്ചു പറയുകയാണ് പരിശുദ്ധ അമ്മ മാതാവ്. അവൾ യുഗാന്ത്യ സഭയ്ക്കുള്ള വലിയ അടയാളമാണ്. എത്രയോ വിശുദ്ധാത്മാക്കൾ സഭാപിതാക്കന്മാരെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. സഭാപിതാവായ വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം ഇത് സാക്ഷ്യപ്പെടുത്തുന്നു. സഭയിൽ വലിയൊരു വിശുദ്ധാത്മാവാണ് വിശുദ്ധ ബെർണാഡ്, ഇത് സാക്ഷ്യപ്പെടുത്തുന്നു. അൽഫോൺസ് ലിഗോരി സാക്ഷ്യപ്പെടുത്തുന്നു. ലൂയിസ് ഡി മോൺഫോർട്ട് സാക്ഷ്യപ്പെടുത്തുന്നു. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ നോഹയുടെ കാലത്തുണ്ടായ പ്രളയത്തിൽ ആ തലമുറ മൂടപ്പെട്ട് നശിച്ചുപോയി. നോഹയും കുടുംബം മാത്രമേ സംരക്ഷിക്കപ്പെടുകയുള്ളൂ. ഇതുപോലെ പാപം, മ്ലേച്ഛതയുടെ, ദൈവനിഷേധത്തിന്റെ, ദൈവദൂഷണത്തിന്റെ, വഴിവിട്ട ലൈംഗിക അരാജകത്വങ്ങളുടെ, പാപം, മ്ലേച്ഛതയുടെ, സുഖലോലുപതയുടെ, എല്ലാവിധ ആർഭാടങ്ങളുടെ, ആഘോഷങ്ങളുടെ ഒരു പ്രളയ സമയമാണിത്. ഒരു പ്രളയ സമയമാണ്. ഈ പ്രളയത്തിൽ നമ്മൾ നശിച്ചു പോകാതെ നമ്മെ ചേർത്ത് പിടിക്കുവാൻ പരിശുദ്ധ അമ്മ സഭയിലുണ്ട്. സഭയിലുണ്ട് പറയുമ്പോൾ എൻ്റെ കണ്ണ് നിറയെ. ഇന്ന് ലോകത്തിലെ പല ദിക്കുകളിലും അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട് സ്വർഗത്തിന്റെ പ്രവചന സന്ദേശങ്ങൾ അറിയിക്കുന്നത്
നമ്മൾ നശിച്ചു പോകാതിരിക്കാനാ. തള്ളക്കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്റെ കീഴിൽ ചേർത്ത് പിടിക്കുന്നത് പോലെ അമ്മ ചേർത്ത് പിടിക്കുക. തൻ്റെ ആ പരിശുദ്ധമായ മേലങ്കിക്കുള്ളിൽ സഭയെ പൊതിഞ്ഞിരിക്കുകയാ. ആ സംരക്ഷണത്തിന് മറവിൽ നിന്ന് സഭയെ തകർക്കുവാനോ നശിപ്പിക്കുവാനോ ഒരു ശക്തിക്കും സാധ്യമല്ല. യുഗാന്ത്യ സഭയ്ക്ക് പരിശുദ്ധ ത്രിത്വം തന്നിരിക്കുന്ന മാറ്റമില്ലാത്ത അടയാളമാണ് പരിശുദ്ധമ്മ. അവൾ യുഗാന്ത്യ സഭയുടെ സംരക്ഷകയാണ്, മധ്യസ്ഥയാണ്. സഹോദരങ്ങളെ, തിരിച്ചറിയണം. ഓ ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അമ്മ നമ്മളെ സംരക്ഷിക്കും. പ്രത്യേകിച്ച് തന്റെ വിശ്വസ്തരായ പൊന്നോമന മക്കള്, തന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ അമ്മ അവരെ പരിപാലിക്കുകയാണ്. അമ്മയുടെ മാതൃസഹജമായ സ്നേഹവും വാത്സല്യവും നൽകിക്കൊണ്ട് അമ്മ നമ്മളെ സംരക്ഷിക്കുക. അതുകൊണ്ട് ദൈവത്തിന്റെ സപ്താത്മാക്കൾ എന്ന ഈ ശുശ്രൂഷ, ഈ പരിശുദ്ധാത്മാവിന്റെ 7 വിശുദ്ധ ദാനങ്ങൾ, പരിശുദ്ധ ത്രിത്വം നമ്മിലേക്ക് പകരുന്നത് പരിശുദ്ധ അമ്മ മാതാവിലൂടെയാണ്. വിശുദ്ധനായ ബെർണാഡ് പറയുന്നു, കൃപാവരങ്ങളുടെ വിതരണക്കാരിയാണ് പരിശുദ്ധമ്മ. അവസാനമായി 4ാമത്തെ അടയാളം വേൾഡ് വൈഡ് ഇവാഞ്ചലൈസേഷൻ ആണ്. ലോകവ്യാപകമായി സുവിശേഷവൽക്കരണം. ഷാലും ടെലിവിഷൻ ഉണ്ട്, നമ്മുടെ കേരള സഭയിൽ ഗുഡ്നസ് ടെലിവിഷൻ ഉണ്ട്, ഇത് ഷെക്കേന ന്യൂസ്. ഇതിലൂടെയെല്ലാം ഈ ആത്മീയ സന്ദേശങ്ങൾ നൽകി തൻ്റെ ജനത്തെ കർത്താവ് പരിപോഷിപ്പിക്കുകയാണ്. ദൈവകൃപയിൽ വളരുവാനും കർത്താവിൻ്റെ പരിശുദ്ധിയിൽ നമ്മളെ തന്നെ സൂക്ഷിക്കുവാനും കാലത്തിന് അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് നമ്മുടെ ആത്മരക്ഷയെ മുറുകെ പിടിച്ച് അനേകരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും ഇത്തരത്തിലുള്ള ശുശ്രൂഷകളിലൂടെ ആത്മാവ് നമ്മളെ സഹായിക്കുകയും പ്രചോദിപ്പിക്കുകയുമാണ്. ലോകവ്യാപകമായ സുവിശേഷവൽക്കരണം. ശമത്താട് സുവിശേഷം 24:14 നമ്മുടെ കർത്താവ് പറഞ്ഞു, എല്ലാ ജനതകളിലും സാക്ഷ്യത്തിനായി രാജ്യത്തിൻ്റെ സുവിശേഷ ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും, അതിനുശേഷം അന്ത്യമാഗതമാകും. സഹോദരങ്ങളെ, ഒരു ഫൈനൽ ഹാർവെസ്റ്റിനായി തൻ്റെ സഭയെ ആത്മാവ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഈ ആത്മാവിൻ്റെ 7 വിശുദ്ധ ദാനങ്ങൾ വേണം. ജ്ഞാനത്തിൻ്റെ ആത്മാവ്, വിവേകത്തിൻ്റെ ആത്മാവ്, ആലോചനയുടെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് കൗൺസിൽ, സ്പിരിറ്റ് ഓഫ് വിസ്ഡം, സ്പിരിറ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, അറിവിൻ്റെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് നോളേജ്, ശക്തിയുടെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് മൈറ്റ്, ദൈവഭയത്തിൻ്റെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് ദ ഫിയർ ഓഫ് ദ ലോർഡ്, ദൈവഭയത്തിൻ്റെ ആത്മാവ്. യെസ്, ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ്, കർത്താവിൻ്റെ ആത്മാവ്. ഈ സപ്താത്മാക്കൾ നമ്മൾ തെറ്റിദ്ധരിക്കരുത്. അത് 7 വ്യത്യസ്തങ്ങളായ ആത്മാക്കളല്ല സഹോദരങ്ങളെ. ഞാൻ ഇന്നലെ ഒന്ന് സൂചിപ്പിച്ചിരുന്നു, അത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ ആ വെളിപ്പെടൽ, ആ മാനിഫെസ്റ്റേഷൻ്റെ 7 എക്സ്പ്രഷൻസ്, 7 ഭാവങ്ങൾ, 7 പ്രദർശനങ്ങളാണ് ഈ സപ്താത്മാക്കൾ എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്കതിനായി ആഗ്രഹിക്കാം. കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് യുഗാന്ത്യ സഭ പരിശുദ്ധാത്മാവിൻ്റെ 7 വിശുദ്ധ ദാനങ്ങൾ ഉണർത്തപ്പെടുവാൻ, നവീകരിക്കപ്പെടുവാൻ, വിശുദ്ധീകരിക്കപ്പെടുവാൻ സഭാമക്കളെ നമ്മൾ ഓരോരുത്തരും ആത്മാവിൻ്റെ ഈ വിശുദ്ധ ദാനങ്ങളാൽ പൂരിതരാകുവാൻ, നമ്മുടെ കുടുംബങ്ങൾ, കൂട്ടായ്മകൾ ഈ ദാനങ്ങളിൽ നിരന്തരം വളരുവാൻ പരിശുദ്ധമ്മ മാതാവിൻ്റെ കരം പിടിച്ച് വിശ്വാസ പിതാവിനോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണമേ, 2 ദിനങ്ങൾ ഇന്ന് പിന്നിടുകയാണ്. അടുത്ത 16 ദിനങ്ങളുണ്ട്. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ ഈ ശുശ്രൂഷയുടെ ഗൗരവം മനസ്സിലാക്കണം. ഞാനിത് പറയാൻ കാരണം, ഈ ദിവസങ്ങളിൽ പല പല തിരക്കുകളൊക്കെ ഉണ്ടെങ്കിലും ആത്മാവിനോട് പറഞ്ഞതെല്ലാം മാറ്റിവെച്ച് ഈ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുക, പ്രാർത്ഥിക്കുക, എന്നിൽ നിന്ന് അഭിഷേകം സ്വീകരിക്കുക. എനിക്ക് ഉറപ്പുണ്ട്, ഈ കാലഘട്ടത്തിൽ നമ്മൾ ഈ സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും സഭയ്ക്കെതിരെ, നമ്മുടെ കുടുംബങ്ങൾക്കെതിരെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്കെതിരെ, നമ്മുടെ കൂട്ടായ്മകൾക്കെതിരെ ആഞ്ഞടിക്കുന്ന
പാപമ്ലേച്ഛതയിൽ നിന്ന്, വിശ്വാസ ത്യാഗത്തിൽ നിന്ന്, ദൈവദൂഷണങ്ങളിൽ നിന്ന്, പലവിധ പൈശാചികമായ കെണികളിൽ നിന്ന്, ചതികളിൽ നിന്ന് നമ്മൾ സംരക്ഷിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവിൻ്റെ 7 വിശുദ്ധ ദാനങ്ങൾ കൂടിയേ തീരൂ. വിശുദ്ധരെ വിശുദ്ധരാക്കിയത് ആത്മാവിൻ്റെ ദാനങ്ങളാണ്. രക്തസാക്ഷികൾക്ക് രക്തം ചിന്തി മരിക്കുവാനുള്ള വിശ്വാസ വീര്യം പകർന്നത് ആത്മാവിൻ്റെ 7 വിശുദ്ധ ദാനങ്ങളാണ്. സഭാപിതാക്കന്മാരെ തിരുസഭയെ സത്യവിശ്വാസത്തിലും സത്യപ്രബോധനത്തിലും ഉറപ്പോടെ നിർത്തുവാൻ അവരെ പ്രാപ്തമാക്കിയത് ആത്മാവിൻ്റെ 7 വിശുദ്ധ ദാനങ്ങളാണ്. ജ്ഞാനവും വിവേകവും അറിവും ആലോചനയും ഇതെല്ലാം സഭാപിതാക്കന്മാരുടെ സമർത്ഥമായിട്ടുണ്ടായിരുന്നു. യുഗാന്ത്യ സഭയിലെ വൈദികരും സമർപ്പിതരും സന്യസ്തരും ആത്മായ പ്രേക്ഷിതരും നമ്മുടെ ദമ്പതിമാരും എല്ലാം ഇതേ അഭിഷേകത്തിൽ ആദ്യ നാളുകളെക്കാളും വർദ്ധിക്കുന്നവരും അതിനായി തീഷ്ണതയോടെ ആഗ്രഹിക്കുന്നവരുമായി മാറണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക. നിങ്ങൾ അനേകരോട് പറയണം. ഇവിടെ അയക്കുന്ന ലിങ്കുകൾ, പലർക്കും ഒത്തിരി ലിങ്കുകൾ അയച്ചു തരുന്നുണ്ട് ഓരോ ദിവസത്തെ. നിങ്ങളത് പലർക്കും ഒരു 10-20 പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. പോസ്റ്ററുകൾ ഷെയർ ചെയ്ത് കൊടുക്കണം. 18 ദിനങ്ങൾ കഴിയുമ്പോൾ ഈ ശുശ്രൂഷയുടെ അഭിഷേകം 10,000ങ്ങളിലേക്ക് പകരപ്പെട്ട് അവരെ ഒരു പുതിയ കൃപയോടെ കർത്താവിനും സഭയ്ക്കുമായി ഉണരണം. നിങ്ങൾ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണം. ടീം ഷെക്കേനയ്ക്കായി പ്രാർത്ഥിക്കണം. വ്യക്തിപരമായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ സഹോദരങ്ങളെ, ആത്മാവ് ആഗ്രഹിക്കുന്ന പോലെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ശുശ്രൂഷ കൊണ്ടുപോകാനുള്ള കൃപയ്ക്ക് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന സ്നേഹത്തോടെ ചോദിക്കുകയാണ്. നമുക്ക് ഏറ്റവും താഴ്മയോടെ ആത്മാവിൻ്റെ ഈ 7 വിശുദ്ധ ദാനങ്ങളാൽ നമ്മൾ അലങ്കൃതരാകുവാൻ, നമ്മുടെ കുടുംബങ്ങളിൽ, സമൂഹങ്ങളിൽ, മക്കളിൽ, സഭ മുഴുവനിലും ഈ അഭിഷേകം പെരുമഴ പോലെ പെയ്തിറങ്ങുവാൻ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് മുട്ടുകുത്തി നിൽക്കാം. പരിശുദ്ധ കുർബാനയായി ദിവ്യകാരുണ്യമായി ഈശോ നമ്മുടെ മധ്യേ വരുന്ന സമയം അൾത്താരയിലേക്ക് കരങ്ങൾ തുറന്നു പിടിച്ച്, എല്ലാവരും കരങ്ങൾ തുറന്നു പിടിച്ച്, പരിശുദ്ധ അമ്മ നമ്മോടൊപ്പമുണ്ട്. നമ്മുടെ ഭവനത്തിൽ അമ്മ വന്നിട്ടുണ്ട്. അമ്മ നമ്മൾ ഒരുക്കുകയാണ് ഈ ദാനങ്ങൾ സ്വീകരിക്കുവാൻ, സപ്താത്മാക്കളിൽ നിറയപ്പെടുവാൻ. ഭയഭക്തി ആദരവോടെ തിരുസന്നിധിയിൽ നമുക്കായിരിക്കാം. ആമേൻ യേശുനാഥ, ആമേൻ ആമേൻ ദൈവപുത്ര, ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. ഒന്ന് ചേർന്ന ഭയഭക്തി ആദരവോടെ നമ്മൾ കർത്താവായ ഈശോയെ ആരാധിക്കുകയാണ്. സത്യമായും പരിശുദ്ധ കുർബാനയിൽ ഈശോ എഴുന്നള്ളിയിരിക്കുന്നു. ദിവ്യകാരുണ്യമായി കർത്താവ് കടന്നു വരുന്ന ഈ സമയം നമ്മുടെ കുടുംബങ്ങൾ ദേവാലയമാകുകയാണ്. നമ്മുടെ ജീവിതങ്ങളിലേക്കും തലമുറകളിലേക്കും, നമ്മളായിരിക്കുന്ന സമൂഹത്തിലേക്കും, നമ്മുടെ സഭയിലേക്കും, ലോകം മുഴുവനിലേക്കും പരിശുദ്ധാത്മാവിന്റെ ദാനഫലവരങ്ങൾ പരിശുദ്ധ ത്രിത്വം പകർന്നു നൽകുകയാണ്. പരിശുദ്ധ അമ്മയോടും യോസേപ്പ് പിതാവിനോടും ചേർന്ന് നമ്മളെ ഭയഭക്തി ആദരവോടെ ഈശോയെ ആരാധിക്കുന്നു. ദൈവകുഞ്ഞാടേ, ആത്മനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ, ജീവനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു കർത്താവേ, കൃപ തരണമേ. ആത്മനാഥനെ, സത്യ വെളിച്ചം തരണമേ, ജ്ഞാന വെളിച്ചം തരണമേ, വിവേകത്തിന്റെ വെളിച്ചം തരണമേ, അറിവിന്റെ വെളിച്ചം തരണമേ, ആലോചനയുടെ ചൈതന്യം തരണമേ, ദൈവഭയത്തിന്റെ ആത്മാവിനെ നൽകണമേ. യേശുനാഥ, ആമേൻ ആമേൻ ദൈവപുത്ര, ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധ കുർബാനയെ, ദിവ്യകാരുണ്യമേ, ആത്മാവിന്റെ വിശുദ്ധ ദാനങ്ങളാൽ ഞങ്ങൾ അലങ്കരിക്കണമേ.
തിരുസഭ മുഴുവനെയും കർത്താവേ അഭിഷേകം ചെയ്യണമേ. ഈശോ, 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 ഈശോ. സർവശക്ത നിത്യപിതാവേ, നിത്യപിതാവേ. കരങ്ങൾ കൂപ്പി ശിരസ്സ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്റെ സഹോദരി സഹോദരങ്ങളെ, സത്യമായും പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്നത് ജീവിക്കുന്ന കർത്താവായ യേശുവാണ്. ദിവ്യകാരുണ്യമായി തുടിക്കുന്ന ഹൃദയമായി ഈശോ നമ്മുടെ മധ്യേ വന്നിരിക്കുകയാണ്. ആത്മാവിന്ന് നമ്മളെ അറിയിക്കുകയായിരുന്നു. കാലത്തിന് അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ സപ്താത്മാക്കളിൽ നിറഞ്ഞ് ജീവിക്കുവാനായി നമ്മൾ ഒരുങ്ങുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ്. ആത്മാവിന്റെ 7 വിശുദ്ധ ദാനങ്ങളാൽ നമ്മൾ സമ്പന്നരാകുവാൻ ഈ ഒരു ശുശ്രൂഷ സ്വർഗം സമ്മാനിച്ചിരിക്കുകയാണ്. എന്റെ സഹോദരങ്ങൾ, ഈ സമയം ഭൗതികമായ നന്മകൾക്കല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അതെല്ലാം കർത്താവ് ചേർത്ത് തരും. ഒരു പ്രളയം പോലെ ഈ തലമുറയെ വിഴുങ്ങുവാനും നശിപ്പിക്കുവാനുമായി ആഞ്ഞടിക്കുന്ന പാപമ്ലേച്ഛതയിൽ നിന്നും വിശ്വാസ ത്യാഗത്തിൽ നിന്നും എല്ലാവിധ മലിനതകളിൽ നിന്നും അശുദ്ധികളിൽ നിന്നും നമ്മൾ വിമോചിക്കപ്പെടുവാൻ, നമ്മൾ ആ കെണിയിൽ പെട്ടുപോയി നശിച്ചു പോകുന്നവരായി തീരാതെ കർത്താവിനും സഭയ്ക്കുമായി ഉണരുവാൻ, ഫോർ ദ ലോർഡ് ആൻഡ് ഫോർ ദ ചർച്ച്, സഭാപിതാക്കന്മാരും സഭയുടെ വേദപരംഗതരും സഭയുടെ രക്തസാക്ഷികളും സഭയുടെ വിശുദ്ധാത്മാക്കളും സഭയുടെ കന്യകാമാരും എല്ലാം ഈ ഒരു അഭിഷേകം പ്രാപിച്ചവരായിരുന്നു. കർത്താവിനും സഭയ്ക്കും വേണ്ടിയായിരുന്നു അവരുടെ ജീവിതം. എന്റെ സഹോദരങ്ങൾ, ഇത് സാധ്യമാകുന്നത് ആത്മാവിന്റെ 7 വിശുദ്ധ ദാനങ്ങളാൽ നമ്മൾ അലങ്കൃതരാകുമ്പോഴാണ്. ഈശോ, ഈശോ, ഈശോ. കരങ്ങൾ അൾത്താരയിലേക്ക് എല്ലാവരും തുറന്നു പിടിച്ച്, കൃപകളുടെ ഉറവിടമാണ് ദിവ്യകാരുണ്യമായി നമ്മുടെ മധ്യേ വന്നിരിക്കുന്നത്. പരിശുദ്ധ അമ്മ ഈ അൾത്താരയുടെ തൊട്ടരികിൽ അമ്മ നിൽപ്പുണ്ട്. അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. യുഗാന്ത്യ സഭയെ ആത്മീയമായി ഒരുക്കുന്നവൾ നമ്മുടെ അമ്മയാണ്. പരിശുദ്ധാത്മാവിന്റെ വിലപ്പെട്ട ദാനങ്ങൾക്കായി, വരങ്ങൾക്കായി, ഫലങ്ങൾക്കായി തന്റെ സഭയെ അമ്മ ഒരുക്കുകയാണ്. തന്റെ മക്കളെ അമ്മ ഒരുക്കുകയാണ്. കരങ്ങൾ തുറന്നു പിടിച്ച് വിശ്വാസത്തോടെ നമ്മൾ ഒരുമിച്ച് ഈ പ്രാർത്ഥന ഏറ്റുചൊല്ലുകയാണ്. ദൈവത്തിന്റെ സപ്താത്മാക്കളെ നമ്മൾ നിറയുവാൻ, പരിശുദ്ധാത്മാവിന്റെ 7 വിശുദ്ധ ദാനങ്ങളിൽ നമ്മൾ പൂരിതരാകുവാൻ നമ്മൾ ഉച്ചത്തിൽ വിശ്വസിച്ച് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, എല്ലാ പാപങ്ങളും വർജിക്കുവാൻ പ്രാപ്തരാക്കുന്ന ദൈവഭയം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യാൻ കനിവാകണമേ. യഥാർത്ഥ ദൈവമക്കൾക്ക് യോജിച്ച വിധം ദൈവത്തെ സ്നേഹിക്കുവാനും ആദരിക്കുവാനും മാതാപിതാക്കളെയും മക്കളെയും മാനിക്കാനും ഞങ്ങളെ കെൽപ്പുള്ളവരാക്കുന്ന ദൈവഭക്തിയുടെ ദാനം
ദൈവഭക്തിയുടെ ദാനം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്ക് നൽകണമേ. ശാശ്വതവും നശ്വരവുമായ കാര്യങ്ങളെ ദൈവം വിധിക്കുന്നത് പോലെ വിധിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കുന്ന അറിവിന്റെ ദാനം. ഒന്നിച്ചു പറഞ്ഞ അറിവിന്റെ ദാനം ഞങ്ങൾക്ക് നൽകണമേ. ദൈവ സ്നേഹത്തെ പ്രതിയും അവിടുത്തെ ഉപരി മഹത്വത്തെ പ്രതിയും എല്ലാ പ്രയാസങ്ങളെയും തരണം ചെയ്യാൻ ഞങ്ങളെ സഹായിക്കുന്ന ആത്മശക്തിയുടെ ദാനം ഞങ്ങൾക്ക് നൽകണമേ. ക്രിസ്തുവിനെ പോലെ സത്യത്തിന്റെ പാതയിൽ ഞങ്ങളെ നയിക്കുകയും മറ്റുള്ളവരെ നയിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യുന്ന ആലോചന എന്ന ദാനം ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ച് ഇത് വളരെ പ്രധാനപ്പെട്ടത്. ആലോചന എന്ന ദാനം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ അങ്ങ് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ ആഴത്തിൽ അവബോധമുള്ളവരാകാൻ ഞങ്ങളെ പ്രാപ്തരാക്കുന്ന ബുദ്ധിയുടെ ദാനം ഞങ്ങൾക്ക് നൽകണമേ. നിത്യജ്ഞാനത്തിന് അനുസ്യൂതവും ഉചിതവുമായ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ യോഗ്യരാക്കുന്ന ജ്ഞാനമെന്ന ദാനം ഞങ്ങൾക്ക് നൽകണമേ. പിതാവിന്റെയും പുത്രന്റെയും പൂർണ്ണമായ സ്നേഹ കൂട്ടായ്മയിൽ ജീവിക്കുന്ന അത്യുന്നതനായ ദൈവത്തിന്റെ ദാനമേ. ഇവയെല്ലാം ഞങ്ങൾക്ക് കനിഞ്ഞു നൽകുവാൻ ദയയുണ്ടാകണമേ. ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഈ 7 വിശുദ്ധ ദാനങ്ങളാൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുടുംബങ്ങൾ, കൂട്ടായ്മകൾ, മക്കൾ, മാതാപിതാക്കൾ, ജീവിത പങ്കാളി, സഹോദരി സഹോദരങ്ങൾ, നമ്മുടെ തലമുറകൾ, നമ്മളായിരിക്കുന്ന സമൂഹം, നമ്മുടെ സഭ, വന്യവൈദികർ, സമർപ്പിതർ, സന്യസ്തർ, ആത്മായ പ്രേക്ഷിതർ, ലോകം മുഴുവനിലേക്കും ഇത് ഒഴുകപ്പെടുവാൻ ഈ പരിശുദ്ധ കുർബാനയിൽ നിന്ന്, ദിവ്യ കാരുണ്യത്തിൽ നിന്ന് ദൈവത്തിന്റെ സപ്താത്മാക്കൾ, ആത്മാവിന്റെ വിശുദ്ധ ദാനങ്ങൾ ഒഴുകപ്പെടുവാൻ കരമുയർത്തി വിളിക്കുന്നു യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിക്കുന്ന ദൈവമേ, ജീവനുള്ള കർത്താവേ, സ്തുതിക്കുന്നു. ഇത് അനേകർ ആത്മാവ് സ്പർശിക്കുന്നു, അനേകരിലേക്ക് ഈ ദാനങ്ങൾ ഒഴുകപ്പെടുന്നു. കർത്താവേ, ജ്ഞാനത്തിന്റെ ആത്മാവിനെ, വിവേകത്തിന്റെ ആത്മാവിനെ, അറിവിന്റെ ആത്മാവിനെ, ആലോചനയുടെ ആത്മാവിനെ, ശക്തിയുടെ ആത്മാവിനെ, ദൈവത്തിന്റെ ആത്മാവിനെ, കർത്താവേ, അവിടുത്തെ ആത്മാവിനെ ഞങ്ങളിലേക്ക് വർഷിക്കണമേ. റിലീസ്. ഓരാത്മാവിൽ അത് നിറയട്ടെ. സഭ മുഴുവനിൽ അത് വ്യാപരിക്കട്ടെ. കുടുംബങ്ങളിലേക്ക് നിറഞ്ഞൊഴുകട്ടെ. തലമുറകളിലേക്ക് ഇത് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തി ഒരിക്കൽ കൂടെ വിളിക്കുന്നു ഈശോയെ. ജ്ഞാനം, ശക്തി, വിവേകം, ഭക്തി ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. മഴ പോൽ ചൊരിഞ്ഞിടണേ. സഭ മുഴുവനിലും ഇത് വെളിപ്പെടട്ടെ. ഈശോ. ജ്ഞാനം, ശക്തി, വിവേകം, ഭക്തി. ആത്മാവേ, മഴ പോൽ ചൊരിഞ്ഞിടണേ. അറിവ് എല്ലാ വരികളും ഒരിക്കൽ കൂടെ പാടി നമ്മൾ ദിവികാന ആശീർവാദത്തിന് ഒരുങ്ങുകയാണ്. കരങ്ങൾ ഒരു നിമിഷം കോർത്ത് പിടിച്ച കർത്താവിന്റെ സന്നിധിയിൽ കരങ്ങൾ കോർത്ത് പിടിച്ച് നമ്മൾ ഒരിക്കൽ കൂടെ അതിനടുത്ത വരികൾ പാടി ഈ ദാനങ്ങളാൽ നിറയപ്പെടുവാൻ, സപ്താത്മാക്കളാൽ പൂരിതരാകുവാൻ നമ്മൾ ഒന്നിച്ച് അത് ഏറ്റുപാടുന്നു. അറിവ്, നീതി, ശാശ്വത ശാന്തി ആത്മാവേ പ്രദാനം ചെയ്യണമേ. മഞ്ഞുപോൽ നമ്മിൽ അലിഞ്ഞിടട്ടെ. ഈശോയേ, ഈശോയേ, ഈശോയേ. ദൈവഭയം ഓരോ ആത്മാവിലും, ഓരോ കുടുംബത്തിലും,
ഓരോ സമൂഹത്തിൽ ദേശദേശാന്തരങ്ങളിൽ നമ്മിൽ ഈ അഭിഷേകം നിറയട്ടെ. പോലാളും സ്നേഹം പാപമേച്ഛതകൾ അതിജീവിച്ച്, പ്രതിസന്ധികൾ അതിജീവിച്ച്, ബുദ്ധി വിശുദ്ധിയോടെ വിശ്വാസത്തോടെ ദൈവകൃപയിൽ വളരുവാൻ ആത്മാവേ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധമേ, യുഗാന്ത്യ സഭയിൽ ഈ ദാനങ്ങൾ വർഷിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ, ഈശോ, കർത്താവേ, ദാഹത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു ആത്മാവിനെ പോലും നീ കാണാതെ പോകരുത്. ഞങ്ങളെ കുടുംബങ്ങളെ സന്ദർശിക്കണമേ. ദാഹിച്ച് ഒരുക്കത്തോടെ പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും സ്പർശിക്കണമേ. ആത്മാവിന്റെ 7 വിശുദ്ധ ദാനങ്ങളാൽ ഞങ്ങളേവരെയും സമ്പന്നമാക്കണമേ. നന്ദി കർത്താവേ, നന്ദി, 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 നന്ദി. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ തുറന്നുള്ള ദിനങ്ങളിൽ നന്നായി പ്രാർത്ഥിച്ചൊരുങ്ങി വരിക. കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ ശുശ്രൂഷയുടെ അഭിഷേകം 10,000ങ്ങളിലേക്ക്, ജനലക്ഷങ്ങളിലേക്ക് ഒഴുകപ്പെടുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ ലിങ്കുകളും പോസ്റ്ററുകളൊക്കെ അനേകർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കണം. ഒരു 5-10 പേരെ നിങ്ങൾ പുതുതായി ഓരോ ദിവസവും നിങ്ങൾ ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ച് കൂട്ടിക്കൊണ്ടുവരണം. നമ്മുടെ മക്കളെയൊക്കെ സ്നേഹത്തോടെ പിടിച്ചിരുത്തണം. എല്ലാവരും ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് കർത്താവ് ആഗ്രഹിക്കുന്ന നവമായ അഭിഷേകം സ്വന്തമാക്കണം. നിങ്ങളൊപ്പം ഷെഖേനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ച് നിങ്ങൾ ഈ ശുശ്രൂഷകളെ സപ്പോർട്ട് ചെയ്യണം. അനേകരുടെ ഈ ശുശ്രൂഷയെക്കുറിച്ച് പങ്കുവെച്ച് നിങ്ങൾ ഈ ശുശ്രൂഷയെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ സാമ്പത്തികമായി സഹായിച്ച്, ഒത്തിരി ബുദ്ധിമുട്ടുകളും പരാധീനതകളും ഉണ്ട്. നിങ്ങൾ ഈ ശുശ്രൂഷയെ നിങ്ങളുടെ ചങ്കിലേക്ക് ഏറ്റെടുക്കണം, ചേർത്ത് പിടിക്കണം, നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. എല്ലാ നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും വേണ്ടി ഇവിടെ 24 മണിക്കൂറും ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ നിയോഗങ്ങളുടെ മേലെല്ലാം കർത്താവിൻ്റെ കൃപയും അഭിഷേകം ഇറങ്ങി വരട്ടെ. നമുക്ക് മുട്ടുകുത്തി നിന്ന് കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂകണമേ വത്സല സുധരേ. നിർമ്മലരായി ചിന്തണമേ ദിവ്യവരങ്ങൾ. കർത്താവ് നമ്മളെ ആശീർവദിക്കുന്ന സമയം ആത്മാവിന്റെ വിശുദ്ധ ദാനങ്ങളാൽ നിറയപ്പെടുവാൻ, നാം വിശുദ്ധീകരിക്കപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഒന്നിച്ച് സ്തുതിക്കുന്നു. ഈശോയേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവിന്റെ ദാനങ്ങൾ വർഷിക്കണമേ. ആത്മദാനങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ, കൂട്ടായ്മകളെ, ഞങ്ങളുടെ സഭ മുഴുവനെയും കർത്താവേ അനുഗ്രഹിക്കണമേ, വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, 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 ആരാധന. കർത്താവേ നന്ദി, കർത്താവേ നന്ദി, കർത്താവേ നന്ദി. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. കർത്താവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ആമേൻ, ആമേൻ. കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ ശുശ്രൂഷയിൽ നമ്മൾ ഈ 2ാം ദിനത്തിൽ നമ്മൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ വിശുദ്ധ ദാനങ്ങൾ നിറയപ്പെടുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പ്രാർത്ഥിക്കേണ്ടതൊന്ന് കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയാനുള്ള ദൈവിക ജ്ഞാനത്താൽ പരിശുദ്ധാത്മാവെ ഞങ്ങൾ നിറയ്ക്കണമേ എന്ന് 7 പ്രാവശ്യം നമ്മൾ
വിശ്വാസത്തോട് ഒരുക്കത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുക. കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയാനുള്ള ദൈവിക ജ്ഞാനത്താൽ പരിശുദ്ധാത്മാവേ ഞങ്ങളെ നിറയ്ക്കണമേ. നമ്മൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം, ഹൃദയകാഠിന്യം ബാധിച്ച ആത്മാക്കളുടെ മാനസാന്തരത്തിന് വേണ്ടി ഈ അടയാളങ്ങളും ഈ മുന്നറിയിപ്പുകളും ഇത്തരത്തിലുള്ള പ്രവചന സന്ദേശങ്ങളെല്ലാം ഉണ്ടായിട്ടും ഒരു മാനസാന്തര അനുതാപമില്ലാതെ ഹൃദയം കഠിനമാക്കി ജീവിക്കുന്ന അനേകം ആത്മാക്കളുണ്ട്. അവരുടെ മാനസാന്തരത്തിന് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു കരുണക്കൊന്ത ചൊല്ലി നമ്മൾ ത്യാഗത്തോടെ അത് കാഴ്ചവെക്കുക. മൂന്നാമതായിട്ട് പത്രോസിലെ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 3 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ വായിച്ച് ധ്യാനിച്ച് നമ്മൾ നാളത്തെ ശുശ്രൂഷയ്ക്ക് നന്നായി പ്രാർത്ഥിച്ചൊരുങ്ങി കടന്നു വരിക. എല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ല രാത്രി ആശംസിക്കുന്നു. ഹോളി നൈറ്റ്.